GTA 5 10 കൊല്ലം മുന്നേ ഇറങ്ങിയതാ. GTA 6 വരുന്നുണ്ടല്ലോ. 6 വരുന്നുണ്ട്. എന്താണ് ആന്റിസിപ്പേഷൻ എന്താണ്? ഒരു വേറെ സാധനം കേട്ടോ അത്. തന്നെ ട്രെയിലറിന്റെ അപ്പൊ 10 വർഷം കൊണ്ട് വരെ എന്ത് മാറ്റം വരും? ലൈറ്റ് മാത്രമല്ല ഡാറ്റ സെൻഡ് ചെയ്യണത്, അതായത് എന്താ പറയുക, ട്രാൻസ്പോർട്ട് ചെയ്യണത് മെയിനായിട്ട് നടക്കുന്നത് ഈ ഓഷ്യൻ കടലിൽ കൂടെയാണ്. എത്രയോ കിലോമീറ്റർ നീളത്തിലാണ് എന്താ പറയുക ഈ ഡാറ്റ പോണത്. Why the hell not? Why the hell not? Why the hell not? How is life? Hey. ലൈഫ് ഇപ്പൊ ഹൗ ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പം എന്താ അതിന് ഉത്തരം പറയാം? എന്താ പറയാ, ഞാൻ ആലോചിക്കണം എന്താ പറയാ. ഇപ്പോൾ അതൊരു ചോദ്യമാണ് ശരിക്കും അല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, ഹൗ ഈസ് ലൈഫ്? ലൈഫ് എങ്ങനെയുണ്ട് ഒരു ചോദ്യം പല തലത്തിൽ നമ്മൾ ചിന്തിക്കണം. ഏതൊക്കെ തലത്തിലാണ് ലൈഫ് പോണത് പറഞ്ഞോ. നമുക്ക് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് നമുക്ക് ഇങ്ങനെ ഫ്ലോയിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ. ആ ഹെഡ്ഫോൺ അടച്ചേ. ലവി കുറച്ച് നേരം കളിച്ചോണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക്. ഭയങ്കര ചോദ്യമായിട്ടാണ്. വല്ലാത്തൊരു ചോദ്യമാണ്. ലൈഫ് ഇപ്പം എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് നന്നായിട്ട് പോണു. അപ്പോൾ എന്താ പറയുക, നമ്മളെ കാര്യത്തിൽ ഉത്തരം പറയണോ അതോ വേറെന്താ നൈസിൽ? ഇപ്പോൾ അത് ഞാനോട് ചോദിക്കുന്നത് ഹൗ ഈസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അത് ചോദിച്ചാലേ, ഹൗ ഈസ് ലൈഫ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ലൈഫിൽ കൂടി പോയിട്ടുള്ള ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ആ ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ പിന്നിക്ക് പോകണ്ടില്ലല്ലോ. അത് ഓരോ ടൈമിൽ ഓരോ പോലെ ആവൂലേ, ഡിപ്പെൻസ് ആണ്. നമ്മളിപ്പോൾ ഓരോ എന്താ പറയുക, നമ്മൾ പണ്ട് സിമ്പിളാവും. കുട്ടിക്കാലത്തൊക്കെ നല്ല സിമ്പിൾ ചെയ്യുന്നുണ്ടായി. കുട്ടിക്കാലത്ത് സിമ്പിളായിരുന്നു ലൈഫ് അല്ലേ, ഒന്നും അറിയണ്ട, ജസ്റ്റ് കളിച്ചിറന്നാൽ മതി അല്ലേ. നമ്മൾ വെറുതെ ചില്ല് ചെയ്ത് നടക്കാം. പിന്നെ നമ്മളിങ്ങനെ നമ്മളെന്നെ അറിയാതെ നമ്മളെന്നെ ആ ട്രാക്കിലെത്തും. അതാണ് നമ്മളെന്നെ അറിയില്ല. ഇതിപ്പോൾ നമ്മൾ തന്ത വൈബായി തുടങ്ങിയല്ലോ. ഇപ്പോൾ കുറേ റീലൊക്കെ കണ്ടിരുന്നില്ലേ, എന്താ പറയുക, ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഒച്ച ഉറക്കടാ, പിന്നെ അവനെങ്ങനെ ആലോചിക്കും, തന്ത വൈബ് അല്ലേ, പോയി കടന്നുറങ്ങിക്കൂടെ അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഉറങ്ങൂലല്ലോ, ഇപ്പൊ ഉറങ്ങണം എന്നുള്ള വൈബാ. ഇപ്പൊ ഉറക്കം കിട്ടൂല, അതാണ് വേറെ സീൻ. എനിക്ക് നിങ്ങളൊക്കെ അവിടുത്തെ പ്രൊഫഷണൽ എനിക്ക് തോന്നിയിട്ടുണ്ടേ. ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എൻ്റെ വലിയൊരു അന്തംപടല് അതായിരുന്നു സത്യത്തില്. ഉറക്കത്തിന്റെ സീനല്ലേ. നമുക്ക് പോകാലോ ഇത് വെച്ചിട്ട്. ഓക്കെ സെറ്റ്. ബാംഗ്ലൂരിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വണ്ടർ അടിച്ചൊരു കാര്യമാണ് എൻ്റെ ഉറക്കം. നിങ്ങളെ ജോലിയുടെ ഒരു സ്വഭാവമല്ലേ, അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞില്ലെന്നുള്ളൂ. ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചക്കൊക്കെ എണീക്കുക, പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ജോലിയിലേക്ക് എൻ്റർ ചെയ്യുക. അത് എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, ഷിഫ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ കറക്റ്റ് ഒരു 10:15 എത്തണം. 10:15 എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഡേ എന്താ പറയുക ഇവർ എടുക്കും, ഹാഫ് ഡേ ലീവ് എന്ന് പറയും തന്നെ. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ 7 തവണ നമുക്ക് നേരം വൈകി വരാം, എന്താ നേരത്തിന് മുന്നേ ഇറങ്ങാം, അങ്ങനെ ഇറങ്ങാം. പക്ഷെ ആ 7 തവണ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീവ് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മള് കഴിഞ്ഞാണല്ലോ ഇങ്ങനെ ടൈം വെക്കുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബ്ലോക്ക് ആവും. എല്ലാവരും ഓഫീസിൽ പോണ ടൈമാണ്, ഭയങ്കര സീനാണ്. അതും സ്കൂൾ കുട്ടികളും എല്ലാം നടക്കല്ലേ. ഈ രാവിലെ ഒരു എന്താ പറയുക, ഒരു 9 മണി to 11 മണി ഭയങ്കര ആക്ഷൻ നടക്കുന്ന ടൈമാണല്ലോ എവിടെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച് പോകും. അപ്പോൾ കുറേ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ അങ്ങനെ കുറേ സീനുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം എന്നുള്ളൊരു സാധനം വേറെ എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണം അല്ലേ.
അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. സത്യം ഞാൻ അഗ്രി ഉണ്ട്. അതെ, അതെല്ലാ കമ്പനിയിലും ഇത്ര അവർ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. അതായത് ഇങ്ങനെ ഈ കാഷ്വാലിറ്റീസ് അങ്ങനെ എന്താ പറയുക, ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്നുള്ള മൈൻഡാണെന്നുണ്ടെങ്കിലും ഈ എന്താ പറയുക ബ്ലോക്ക് കുറയും, അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. സൗദിയിലൊക്കെ ആ സിസ്റ്റം ഉണ്ട്. സൗദിയിൽ എങ്ങനെ വെച്ചാൽ പക്ഷേ അതിൽ കുട്ടികൾ വലിയ വില കൊടുക്കുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ അവരുടെ സ്കൂൾ ടൈമും ഈ ഓഫീസ് ടൈമും കൂടി ഒന്ന് ബിസി ആക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ടൈം ഏർലി മോർണിംഗ് ആണ്, ലൈക്ക് 6 മണി ആ ടൈമിൽ എണീറ്റിട്ട് സ്കൂളിൽ പോകണം. ഉച്ചയാകുമ്പോഴേക്ക് സ്കൂൾ തീരും. അപ്പൊ ഉച്ചക്ക് രാവിലെ ആവുമല്ലോ തണുപ്പൊക്കെ അല്ലേ, ഉച്ചക്ക് ആവുമ്പോൾ നല്ല ചൂടാവൂലേ. രാവിലെയും തണുപ്പൊക്കെ കണക്ക് തന്നെയാണ്, ചൂട് തന്നെയാണ് അവിടെ, തണുപ്പും. കുട്ടികൾ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ആ റഷ് ഉണ്ടാവും, കുട്ടികളുടെ റഷ്. പിന്നെ വൈകിട്ട് ഓഫീസറുടെ റഷ് മാത്രം ഉണ്ടാവും. സ്കൂളായിട്ട് തീർക്കുമല്ലേ ഉച്ചയാകുമ്പോഴേക്ക്. പിന്നെ വൈകിട്ടാകുമ്പോൾ ഓഫീസുകൾ. പക്ഷെ ബാംഗ്ലൂരിൽ നിറ്റ്സ് നമ്മളുടെ പോഡ്കാസ്റ്റിൽ നിതിൻ നമ്മളുടെ അതെ പരിചയപ്പെടുത്തുന്നത് സിനിമ അവളങ്ങനെ പറഞ്ഞങ്ങനെ പോയി. എന്താ ചെയ്യുന്നത് പറയുന്നത്? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, സീനിയറാണ്. അപ്പോൾ എന്താ പറയുക, ഒരു 4 കൊല്ലമായിട്ട് ഇപ്പോൾ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഇനി വേറൊരു കമ്പനി നോക്കണം. കാരണം കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ എന്താ പറയുക, കമ്പനിയിൽ നിന്ന് വിടണില്ല, ഡിപ്പെൻഡൻസി അങ്ങനെ കുറേ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതല്ല എല്ലാവരോടും, ഞാൻ ഇങ്ങനത്തെ ഒരു സീനിൽ കൂടെ പോയോണ്ടിരിക്കണ്. ലാസ്റ്റ് ഇറങ്ങി. ഇപ്പോൾ 2 മാസം ഒന്ന് സെറ്റായിട്ട് ഇനി അടുത്ത മാസം മുതൽ പണിക്കൊക്കെ ഒന്ന് നോക്കണം, അതൊരു മൈൻഡിലാണ്. അതായത് ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പണിക്ക് കയറേണ്ടതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നു. ഇപ്പോൾ ഈ നമ്മൾ കുറേ പാട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു, അതിനൊക്കെ ടൈം കിട്ടിയിരുന്നു. പിന്നെ തന്നെ ഗെയിമിങ്ങിനൊന്നും ഇപ്പോൾ ഒരു ടൈം എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. അതായത് ഇപ്പോൾ കുറേ ഗെയിം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുക, അത് നമുക്ക് കളിക്കാൻ ടൈം കിട്ടൂല. ഇപ്പോൾ നല്ല ഗെയിം തന്നെ നമുക്ക് കളിക്കാൻ പറ്റണില്ല. സത്യം എത്ര നാൾ കിടക്കണത്, പെൻഡിങ്ങിൽ കിടക്കുന്നത്. അത് മനുഷ്യന് എങ്ങനെ ഇതൊക്കെ കൂടെ കളിക്കുക? അതൊരു ഭയങ്കര ചോദ്യമാണ്. ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കണ്ടല്ലോ, എല്ലാവർക്കും അത് കളിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഇപ്പോൾ ശരിക്കും സങ്കടമാണ് പറയാനുള്ളത്, സങ്കടമാണത് അല്ലേ? അത് ഈ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്നുള്ളൂ, അപ്പോൾ നമ്മൾ അതിന് വില കൊടുക്കും അല്ലേ, ഓരോന്നിനും നമ്മൾ വില കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ചറ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വില കൊടുക്കില്ല. അതായത് എന്താ പറയുക, പിന്നെ എന്താ നമ്മളിപ്പോൾ ഏതാ കളിക്കുക, ഫുൾ കൺഫ്യൂഷനായിട്ട് ഓവർലോഡ് എന്ന് പറയില്ലേ, ഇൻഫർമേഷൻ ഓവർലോഡ്. ആൾക്കാർ ഡിസിഷൻ എടുക്കാൻ വയ്യ ശരിക്കും, അതാണ് അത്രക്കുണ്ട്. അതാണ് പ്രശ്നം ആൾക്കാർക്ക്. അതായത് അവര് മിൽക്ക് വാങ്ങാൻ പോയ 50 ഒരു മിൽക്ക് ഉണ്ട്. അതന്നെ എങ്ങനെ ഇപ്പൊ ഇതൊന്നും പറയാ, എന്തിനാണ് ഇപ്പൊ ഒരു ചോയ്സ് ഇല്ലാത്തത് അല്ലേ ലോകത്ത്? ഇപ്പൊ എന്തിനാ ചോയ്സ് ഇല്ലാത്തത്? സത്യം വാലിഡാണ്. എന്താണ് ഭയങ്കര ഇപ്പം അടുത്ത് ലോകത്തിൽ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് ഇല്ലേ. ഇപ്പം വരുന്ന ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ടെഡ് ടോക്കിലൊക്കെ കേട്ടിരുന്നു. ലോകത്തിലെ വലിയ പ്രശ്നങ്ങളിൽ വരുന്ന ഒരു സാധനം ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. എങ്ങനെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അത്രയും ചോയ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ ചോയ്സ് എന്നുള്ളതിലല്ല, ഓരോന്നിനും മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതാണെങ്കിലും ഒക്കെ നല്ല ചോയ്സുകളാണ്. അതാണ് ചീത്ത ചോയ്സ് ഒന്നുമില്ല. ഇപ്പൊ എന്താ ഇത് വന്നില്ലേ AI, GPT, ബാഡ്, ജെമിനി, അങ്ങനെ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും, നമ്മളിപ്പോ എന്തിലാ ഇപ്പൊ സെർച്ച് ചെയ്യാ, ആരാണ് ഇപ്പൊ കറക്റ്റ് ആൻസർ തരുന്നത്. പിന്നെ ടൈം വേസ്റ്റ് ആണ്. ഇത്രയും സാധനങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒക്കെ ടൈം വേസ്റ്റ് ആവും. പക്ഷെ നല്ല സാധനം നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാം. പക്ഷെ അതുണ്ട് അല്ലേ, നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിലും കയറി നോക്കിയിട്ട് ഏതാ നമുക്ക് കറക്റ്റ് തരുന്നത് നോക്കുകയാണെങ്കിൽ. എന്താ അവസ്ഥ, 4 ഉണ്ടോ? ഞാൻ ഇപ്പോഴും ChatGPT വിട്ട് ഞാൻ നിൽക്കണില്ല. എത്രയോണ്ട് ഇഷ്ടമുണ്ട്. അതുകൂടാതെ ഇവരിപ്പോൾ ഈ ChatGPT നമുക്കൊരു API ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് അവരുടെ പോർട്ടൽ, അവരുടെ വെബ് പേജ് പോയിട്ടല്ല നമ്മളിതിപ്പോൾ ആക്സസ് ചെയ്യണത്. അപ്പോൾ ഈ എല്ലാ സാധനത്തിനും ഒരു API ഉണ്ട്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അല്ല, അതിന്റെ ബാക്ക് എൻഡ്. അതായത് നമുക്ക് ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിന് API ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അത് വേണ്ട,
ഇപ്പം നമ്മൾ യൂട്യൂബ് നമ്മൾ എക്സ്റ്റൻഡ് ഒക്കെ യൂസ് ചെയ്യണില്ലേ, എന്താ മറ്റേ വാൻസിഡൊക്കെ. വാൻസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കിയത് വേറൊരു ടീമാണ്. ഈ ടീമിന് ഈ API വെച്ചിട്ട് സാധാ യൂട്യൂബിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റിൽ ഒരു വീഡിയോൻ്റെ ഐഡിയ വെച്ചിട്ട് ലൈക്ക് എന്നുള്ളൊരു പേലോട് നമ്മൾ അയച്ച്, അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യല്ലേ ഫോണിൽ ലൈക്ക്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. ഇതിപ്പോൾ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട് എന്താ ഫ്രണ്ട് എൻഡിൽ തന്നെ നമുക്ക് സാധനം തരുന്നുണ്ട്. അപ്പോഴും ഉണ്ടാവുന്നത് ഈ APIയിൽ ഈ URL കോൾ ചെയ്തിട്ടാണ് അവിടെ ചേഞ്ച് ഉണ്ടാക്കുന്നത് ബാക്ക് എൻഡിൽ. അപ്പോൾ API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനൊരു API, അതായത് ഒരു എൻഡ് പോയിന്റാ. അതെല്ലാത്തിലും ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ GPT-ക്കും API ഉണ്ട്. അയ്യോ, അപ്പോൾ അതിലും അങ്ങനെ കയറാൻ പറ്റും, അതിലും അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ ഉണ്ടാക്കാന്ന് വിചാരിക്കാം. ആ ആപ്ലിക്കേഷന് നമുക്ക് ഈ GPT-ക്ക് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് റെസ്പോൺസ് തരും. അത് നമുക്ക് അതേപോലെ നമ്മൾ അപ്ലിക്കേഷനിൽ കാണിക്കാം. അതാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ API എന്ന് പറഞ്ഞ സാധനമുണ്ട്. യൂട്യൂബിനുണ്ട് API, ഇൻസ്റ്റഗ്രാമിന്, പിന്നെ ലിങ്ക്ഡിൻ, ലോകത്തുള്ള എല്ലാ ഈ നമ്മളിപ്പോൾ ഫോണിൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനല്ലേ അതിനൊക്കെ APIs ഉണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. AIക്കും വന്നു അല്ലേ? അതാണ് അങ്ങനെയാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം GPT-ക്ക് എന്താ പ്രീമിയം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ തരും, ഓതറൈസേഷൻ ടോക്കൺ. അത് നമ്മളെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു API. അപ്പോൾ ഒരു APIക്ക് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതൊരു ട്രാൻസാക്ഷനാ. നമ്മളൊരു URL കോൾ ചെയ്യാണ് ഈ എന്താണ് OpenAI ChatGPT-ക്ക്. അപ്പോൾ നമ്മളെ ഈ ഓതറൈസേഷൻ ടോക്കൺ വെച്ചിട്ട് വേണം ഈ റിക്വസ്റ്റ് അയക്കാൻ. അപ്പോൾ അവിടെ ഒരു നമ്മളൊരു ലിമിറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ലിമിറ്റ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ലിമിറ്റ് നമ്മൾ വാങ്ങണം. അപ്പോൾ ഓരോ തവണ ഈ റിക്വസ്റ്റ് പോകുന്തോറും ഓരവിടെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പിന്നെയും വാങ്ങിക്കും. അങ്ങനെയാണ് നമ്മളിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. അങ്ങനെ ഓരോന്നിനും ഓരോ ട്രാൻസാക്ഷനും പൈസ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു നമ്മളിട്ട അതിനനുസരിച്ച് ഒരു സാധനം ഉണ്ടാവും, ടോക്കൺ മാതിരി അല്ലേ, കോട്ട അതിങ്ങനെ കുറയുന്നുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളുകാർ ഫ്രീ ആയിട്ട് മാപ്പ് കൊടുക്കുന്നുണ്ട്, യൂട്യൂബ് എല്ലാത്തിനും API ഉണ്ടല്ലോ. അപ്പോൾ ഈ API പ്രീമിയം അല്ലാത്തവർക്ക് ഈ കോട്ട കുറവാകും. അതായത് ഇപ്പോൾ ദിവസം ഒരു 1000 കോട്ട എന്നാവും. അതാണെന്നുണ്ടെങ്കിൽ ഓരോ നമ്മളിപ്പോൾ ലൈക്ക് അടിക്കാനൊരു API കോൾ ചെയ്യല്ലേ, അതിനൊരു ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ 10 ആവും അതിൻ്റെ വാല്യൂ. പിന്നെ കമൻറ്റ് ചെയ്യാനുള്ള 20 ആവും. അപ്പം നമ്മൾ ഓരോ തവണ ഇത് കോൾ ചെയ്യുമ്പോഴും അത് മൈനസ് ചെയ്ത് ഈ 1000 എന്നുള്ളതെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എൻഡിൽ എത്തുമ്പോൾ അവർ പറയും കോട്ട എക്സീഡഡ്, പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നറിയും. അതൊക്കെ സിമ്പിളാക്കി ഈ API ഈ ഒരു ഇൻ്റഗ്രേഷൻ വന്നതിന് ശേഷം. അപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ GPT ഒക്കെ നമ്മൾ പണ്ടന്നെ, GPT അല്ല AI ഒക്കെ നമ്മൾ പണ്ടന്നെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും അങ്ങനെയല്ല നടക്കുന്നത്. അതാണ് നമ്മൾ പണ്ടന്നെ അറിയാതെ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂസിക് പ്ലെയറിൽ നമ്മൾ ഓഡിയോ ക്രോസ് ഫെയ്ഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പോൾ സൗണ്ട് കൂടുമ്പോൾ അത് ഓഡിയോ ബാലൻസ് ചെയ്യും, ഓരോ ഇൻസ്ട്രുമെൻ്റ് സൗണ്ടും ബാലൻസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേവ് നോക്കും. അപ്പോൾ വേവുള്ള ഭാഗത്ത് സൗണ്ട് കുറയ്ക്കും. അപ്പോൾ അതെന്ത് ചെയ്യണത്, അതൊരു ഡൈനാമിക് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് ആപ്ലിക്കേഷൻ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കാം, അപ്പോൾ പാട്ടിൻ്റെ ഇടയിൽ ഒരു സിനിമ കാണാന്നായിരിക്കും. സിനിമ കാണുമ്പോൾ അതിൽ പല സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കില്ലേ. ചിലപ്പോൾ സൗണ്ട് ട്രാക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഒരാളെ മുഖത്തൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ആവുമല്ലോ. അപ്പോൾ ആ സൗണ്ടൊക്കെ കൂടെ ബാലൻസ് ചെയ്യാനൊരു സെറ്റിങ്സ് ഉണ്ട്, ഓഡിയോ ബാലൻസ് എന്നൊരു സാധനം ഉണ്ട്. ഇപ്പോൾ അത് ഓണാക്കുമ്പോൾ തന്നെ ഈ സൗണ്ട് വരുമ്പോഴൊക്കെ അത് ആ വേവ് നോക്കും ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വേവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ സൗണ്ട് കുറയ്ക്കണം, എന്നാലല്ലേ കറക്റ്റായിട്ട് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡല്ലേ ചെയ്യണത് ആപ്ലിക്കേഷൻ. അതായത് കണ്ടറിഞ്ഞിട്ട് ചെയ്യാണ്. നമ്മൾ അറിയാതെ തന്നെ പണ്ടന്നെ യൂസ് ചെയ്തിരുന്നു. നമ്മളെ പല ആപ്പിലും ഉണ്ടാവും അല്ലേ. അതാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഈ GPT വന്നതിന് ശേഷമാണ് ഒരു പുറത്തുള്ള ഒരാൾക്ക് ഇപ്പൊ ഇത് ആക്സസ് ചെയ്യാൻ പറ്റണത്. ഗെയിമിലൊക്കെ എത്ര ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആണ് അല്ലേ. അതാണ്
അത് കുറെ വലിയ ബ്രാഞ്ച് അല്ല, കുറച്ച് യൂസ് കേസ് ഉള്ള ഒരു സംഭവമാണ് ഗെയിം. അത് വലിയ ഗെയിം ആവുന്നതോറും മാറിക്കൊണ്ടിരിക്കും. നമ്മളെ കൊച്ചാക്കുന്ന മാതിരി എനിക്ക് തോന്നല്. എങ്ങനെ അറിയാം, ഇപ്പൊ നമ്മള് ഫിഫയൊക്കെ അല്ലേ, ഫിഫയൊക്കെ കളിക്കുമ്പോ നമ്മള് സെമി പ്രോയില് അമച്ചറിൽ കളിക്കുമ്പോ കളി അറിയാത്ത മാതിരി കളിക്കും നമുക്കെതിരെ. നമുക്ക് ഇങ്ങനെ പോയി ഗോളടിക്കാം. ലെജൻഡറി ഒക്കെ ഇടുമ്പോ കാണാം, അയ്യോ എന്തായാലും അതൊക്കെ അപ്പൊ നമ്മളെ കൊച്ചാക്കുന്ന മാതിരി അല്ലേ പണ്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഫിഫയിലൊക്കെ എന്താ അല്ലേ, സത്യം. അപ്പൊ എന്തൊക്കെ നോക്കണം. അപ്പൊ ഒരു പ്ലെയർ ഇവിടെ കളിക്കുക, ആ പ്ലെയറിന് ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ പ്ലെയർ അവിടെ മണ്ടു. പക്ഷെ വേറെ കാര്യം എന്താ പറയുക, ഇപ്പൊ ഫിഫ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒരു പാസ് കൊടുക്കുക, അപ്പോൾ ഈ പാസ് നമ്മൾ കറക്റ്റായിട്ട് വാങ്ങണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ആനിമേഷൻ നടക്കുന്നുണ്ട്. കറക്റ്റ് ഈ കാലം കൊണ്ട് വാങ്ങിയിട്ട് ഈ കാലം ഇങ്ങനെ ഓടുണ്ടല്ലോ, അവിടെയൊക്കെ കളിക്കണ്ടേ, ആ ബോഡി എങ്ങനെ നമ്മളപ്പോഴും ഒരു കളിക്കാരനല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ട്വിച്ചിലുള്ള എല്ലാ പ്ലേയേഴ്സിനും നമ്മള് വെറും മണ്ടന്മാര് അല്ലേ. നമ്മൾ ഒരാളങ്ങനെ വെക്കുന്നുണ്ടാവും, സ്പേസ് മുഴുവൻ നമ്മൾ കൊടുത്തനുസരിച്ച് അവരിങ്ങനെ കണ്ടു പോകുന്നുണ്ടാവില്ലേ. പിന്നെ ഇപ്പോ എന്താ ഈ ഗെയിം പ്ലേയില് മാത്രല്ലേ AI വന്നിട്ടുള്ളത്. AI വന്നിട്ടുള്ളത് ഇപ്പൊ വിഷ്വലി ട്രീറ്റ് ചെയ്യാനായിട്ടും ഇപ്പൊ AI കൺട്രോൾ ചെയ്യണത്. അതായത് ഒരു ഫിസ്റ്റവൽ ഉണ്ടോ, അടിപൊളിയായിട്ട് പിടിക്കാം, മറ്റേ പുറത്തുനിന്നുള്ളൊക്കെ പിടിക്കും ഇങ്ങനെ അടുത്തേക്കാ സെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ഗെയിം കാണില്ലേ, ഈ ഗെയിമിൽ തന്നെ എന്താ പറയാ, ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. അതായത് GPU CPU RAM ഫുള്ള് കണക്റ്റഡ് ആണ്. ഇപ്പൊ എത്ര ഫ്രെയിം കണ്ടോണ്ടിരിക്കുന്നത് അതാണ്. ഇതിപ്പോ മിനിമം ഒരു 30 FPS ഉണ്ടാവും, 30-40 FPS ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഇത്ര എന്താ കുറച്ചൊരു ലാഗുള്ള പോലെ തോന്നില്ലേ. അതായത് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ കണ്ണിന് ഒരു FPS നമുക്ക് പറയാൻ പറ്റില്ല എത്ര ഉണ്ടത്, പക്ഷെ കണ്ണിന് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള FPS 60 FPS ഒക്കെയാണ്. 60 FPS ഭയങ്കര ഫ്രെയിം പെർ സെക്കൻഡ്, ഭയങ്കര ഫ്ലോ, നമ്മൾക്ക് ഫ്ലോ നന്നായിട്ട് കിട്ടും, ശരിക്കും റിയൽ ലൈഫിൽ കിട്ടുന്ന എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ ഒരു വീട്, ഈ ആർക്കിടെക്ചേഴ്സ് ഒക്കെ അല്ലേ, ഇപ്പൊ ഒരു വീട് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി തോന്നില്ലേ, പിക്ക് ഇവർ ഉണ്ടാക്കുന്നതിന് മുന്നേ ഡിസൈൻ ചെയ്യണ സാധനം. അപ്പോൾ ഇവരിത് റെൻഡർ ചെയ്യാണ്, ഒരൊറ്റ ഫോട്ടോ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഈ റെൻഡറിങ് തന്നെ അവിടെ ഒരു, ഇപ്പൊ പുതിയ സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാവുള്ളൂ, അത് ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പക്ഷെ ആ ഒരു ഒറ്റ ഫ്രെയിമിന് 15 മിനിറ്റ് എടുക്കുന്നുണ്ട്, ഒറ്റ ഫ്രെയിമിന്. ഇവിടെ നടക്കുന്നത് 30-40 ഫ്രെയിം ഒപ്പം ജനറേറ്റ് ചെയ്യുക. അതേപോലെ എന്താ പറയാ, ഉണ്ടാക്കി അത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇതില്. അപ്പൊ ഈ ഗ്രാഫിക് കാർഡ് എന്നൊക്കെ പറഞ്ഞ സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഗ്രാഫിക് കാർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, എന്താ ഇവര് ഈ ജോമെട്രി ഉണ്ടല്ലേ, ഇപ്പൊ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ആ ബിൽഡിങ്, ഈ ആള് ഈ എന്താ പറയാ മരം, ഇതൊക്കെ ഓരോ ജോമെട്രികളാ. അത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കളറും ഇല്ലാന്ന് വിചാരിക്കുക, വെറും ഒരു ഗ്രേ കളർ, അപ്പൊ അതൊരു ജോമെട്രി ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. പിന്നെ ഈ സാധനങ്ങൾ, ഈ വര, മഞ്ഞ വര, ഇതൊക്കെ ടെക്സ്റ്റേഴ്സാ. അതായത് ഇപ്പൊ ഒരു ജോമെട്രി ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്, അതിന്റെ മുകളിൽ നമ്മളിപ്പോ പെയിന്റ് അടിച്ചു, വാൾപേപ്പർ, ഇപ്പൊ ഈ ചുമരിന്റെ പെയിന്റ് അടിച്ചില്ലേ, ഇതൊരു ടെക്സ്ചറാ. അതായത് മനസ്സിലായില്ലേ സംഭവം? ടെക്നിക്കലി പോകുന്നത് കേട്ടോ. അപ്പൊ എന്താ പറയാ പറയണ എന്താ പറയാ, ഇപ്പൊ ഈ ചുമരിലുള്ള ഈ ഫോട്ടോ അല്ലേ, ഈ ഫോട്ടോ, ഇതിപ്പോ ഒരു ഫോട്ടോ ഉണ്ട്, ഇതിപ്പോ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, പക്ഷെ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കണ്ടല്ലോ ചുമരും വന്ന്, അത് ജോമെട്രിയാ. മനസ്സിലായി, ജോമെട്രിയാണ്. അപ്പൊ ഇതിന്റെ മുകളിലത്തെ ഫോട്ടോ ആണ് ടെക്സ്ചർ, അത് പിന്നെ നമ്മൾ ആഡ് ചെയ്യണതാ അല്ലേ. അതേപോലെയാണ് ഗെയിമിൽ സംഭവിക്കണത്. ഫസ്റ്റ് ജോമെട്രി ഉണ്ടാക്കും, എന്നിട്ട് ഈ കാണുന്ന ഇപ്പൊ ഇത് കണ്ടില്ല, ആ റൂം, വീടിന്റെ ഉള്ളിൽ, ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു റൂം പോലെ തോന്നുന്നുണ്ടല്ലോ, അത് വെറും ഒരു ഫോട്ടോ ആണ്, ടെക്സ്ചറാ. അതിന്റെ ആ ബിൽഡിംഗ് ആണ് ജോമെട്രി ആയിട്ടുണ്ടാവും. ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വരച്ചിട്ട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമില്ല, അങ്ങനെയാണ് നടക്കണത്, എല്ലാം നടക്കണ അങ്ങനെ. അപ്പൊ ഓരോ ജോമെട്രി ഉണ്ടാക്കുന്നത് പോളിഗൺസ് വെച്ചിട്ടാ. ഇങ്ങനെ എന്താ പറയാ, അത് കണ്ടാ മനസ്സിലാവും. പോളിഗൺസ് വെച്ചിട്ടാണ്
ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വെച്ച് 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 അതേപോലെ. അപ്പോൾ എന്താ പറയാ, അത്രയും സാധനങ്ങൾ പോളിഗൺസ്. അപ്പോൾ ഒരു പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ എത്രമാതിരി സാധനം ഉണ്ടാവും. അപ്പോൾ മില്യൺസ് ഓഫ് ബില്യൺസ് എന്താ പറയാ പോളിഗൺസ് ഉണ്ടാവുന്നത്. അതാണ് ജോമെട്രി ഉണ്ടാക്കുന്നത്. പോളിഗൺസ് വെച്ചിട്ട് ഫസ്റ്റ് ജോമെട്രി ഉണ്ടാക്കും, എന്നിട്ട് ടെക്സ്റ്റേഴ്സ് വെക്കും, പിന്നെയാണ് ലൈറ്റിങ്. ലൈറ്റിങ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ ലൈറ്റ് ഉണ്ടല്ലേ റോട്ടിൽ തട്ടണേ, അതൊക്കെ പിന്നീട് റിയൽ ടൈമിൽ ഉണ്ടാവുന്നതാണ്. എത്ര ലോങ്ങിൽ നമ്മൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ടല്ലേ. പക്ഷെ ഇത് 10 കൊല്ലം മുന്നേ ആ വെള്ളത്തിലൊക്കെ നമുക്ക് വെളിച്ചം. അതാണ് എന്റെ മോനെ. ഇതൊക്കെ ഉണ്ടല്ലോ 10 കൊല്ലം മുന്നത്തെ ടെക്നോളജി. അത് നിങ്ങൾ ആലോചിക്കണം. GTA 5 10 കൊല്ലം മുന്നേ ഇറങ്ങിയതാ. GTA 6 വരുന്നുണ്ടല്ലോ. 6 വരുന്നുണ്ട്. എന്താണ് ആന്റിസിപ്പേഷൻ? എന്താണ് ഒരു വേറെ സാധനം കേട്ടോ അത്. തന്നെ ട്രെയിലറിന്റെ അപ്പൊ 10 വർഷം കൊണ്ട് ഒരു എന്ത് മാറ്റം വരുത്തിക്കുക? എന്തൊക്കെ മാറ്റാ വരുത്താനുള്ളത്? ഒരു എന്താ നമുക്ക് അറിയില്ല എന്തൊക്കെ ഉണ്ടാവും. അതിന്റെ ട്രെയിലർ കണ്ടിട്ടല്ലേ അന്തം വിട്ടു. എന്താലേ ആ കളർ ടോണും എല്ലാം കൊണ്ടൊരു വേറെ സാധനമാണ്. അത് ഒന്ന് ആലോചിക്കും. 10 കൊല്ലമായിട്ട് ഡെവലപ്മെന്റിലാ. അത് 10 കൊല്ലം മാത്രമല്ല, അതിന് മുന്നേ തന്നെ അവര് ഇതിന്റെ പ്ലാനിങ്ങും സംഭവങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും. GTA 5 ഇറങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഒരു ടീമിനോട് വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ലെഗസി കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ കൊണ്ടുപോവുക, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ആദ്യമേ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം മിനിമം ഒരു 15 കൊല്ലം എടുത്തിട്ടുണ്ടാവും. അത് ഇപ്പോഴും എടുത്തോണ്ടിരിക്കുക. പി സിക്ക് ഇത് 25 പറഞ്ഞത്. പക്ഷെ PC എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം പിന്നെ എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഈ കൺസോളിന് ഫസ്റ്റ് ഇറക്കും. കൺസോളിന് ഫസ്റ്റ് ഇറക്കുമ്പോൾ CD ആയിട്ടോ, CD ഇല്ലെങ്കിലും ഡൗൺലോഡൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ കൺസോൾക്ക് PS4 Xbox ഒക്കെ. അതൊന്നും പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റൂല. അതായത് പുതിയ സാധനങ്ങളൊന്നും എന്താ Xbox 1 അങ്ങനെ 360 പഴയതാ, അങ്ങനെ കുറെ പുതിയ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും ഒക്കെ ക്രാക്ക് പ്രൂഫ് ആയിട്ടാണ് അവർ ഇറക്കണത് ഒരു പരിധി വരെ. PS5 ഒക്കെ അല്ലേ? പക്ഷെ ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും ക്രാക്ക് ചെയ്യും. അത്ര അടിപൊളി എന്താ പറയാ ക്രാക്കേഴ്സ് ഈ റിപ്പ് ചെയ്യുന്ന ടീംസാണ് PCയുടെ സീലിൽ കിടന്ന് കളിക്കുന്നത്. റീപാക്കേഴ്സ് അതായത് ഇവരൊരു ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് ഇവര് എന്താ പറയാ അതാണ് എന്താ ചെയ്യുന്നത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗെയിം നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഓതറൈസേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞേ API കോള് അതേപോലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളൊരു യുണീക്ക് സാധനം നമ്മളൊരു ആളാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള ഗെയിമൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അതായത് നമുക്ക് പ്രോപ്പർ ഒരു ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കീ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, ആ യുണീക്ക് കോഡ് നമ്മുടെ കയ്യിലുണ്ട്. അതെ, അതാർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ GTA 5 ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് ഓൺലൈൻ ഉണ്ട്, GTA ഓൺലൈൻ. അത് കളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഒറിജിനൽ സാധനം വേണം. കാരണം നമ്മളൊരു അക്കൗണ്ട് അവിടെ വേണം. ആ അക്കൗണ്ട് വെച്ചിട്ട് മാത്രം നമുക്ക് കളിക്കാനും പറ്റും. അപ്പോൾ ആ അക്കൗണ്ടിനൊരു എന്താ പറയുക ഒരു കീ ഉണ്ടാവും, ഓതറൈസേഷൻ കീ. അത് വാങ്ങിക്കുമ്പോൾ മാത്രമേ ഓരോ ഡാറ്റാബേസിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൺലൈനൊന്നും അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക ഈ ഓഫ്ലൈനായിട്ട് നമ്മൾ സ്റ്റോറി മോഡുള്ള ഗെയിംസില്ലേ, ക്യാമ്പയിൻ മോഡൊക്കെ ഉള്ളത്, അത് മാത്രമേ മെയിനായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആർക്കും അങ്ങനെയുള്ള സിമ്പിൾ ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ. അത് അത്രയും കഴിവ് വേണം. അതായത് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിമാണ് ഇവർ എന്താ ക്രാക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടി ഡെനുവോ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് ഏത് ഗെയിം എനിക്ക് ഓർമ്മയില്ല. അതിന് ഇവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അപ്പോൾ ഇവർ ഗെയിം ഇറങ്ങണതിന് മുന്നേ പറഞ്ഞു ഇത് ക്രാക്ക് പ്രൂഫാണ്, ഒരിക്കലും ഇത് അൺക്രാക്കബിൾ. അതെ, അങ്ങനെയാണ് അവർ ഇറക്കിയത്. ഒരു 2-3 മാസത്തിനുള്ളിൽ തീർത്തണ്ട് കൊടുത്തു. അത്ര നോളേജുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഗെയിം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മില്ലി സെക്കൻഡിലും ഒരു കോള് പോകുന്നുണ്ട്. അത് മാറ്റം പറ്റുണ്ടാവും. അതായത് ഒരു എന്താ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ ഒരു EA സ്പോർട്സിന്റെ ഗെയിം ആണെന്നുണ്ടെങ്കിൽ EAക്ക് ഒരു കോള് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ചങ്ങായി ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഈ കീ ഉള്ള ആളാണ്. അപ്പൊ എന്നാ കളിച്ചോട്ടെ, കീ ഉണ്ടല്ലോ, കളിച്ചോട്ടെ, കളിച്ചോ എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഗെയിമിന്റെ ഇടയിൽ കൂടെ ചെറിയ മേലോടാവും. അങ്ങനെ ഒരു ലാഗ് ഒന്നും വരുത്തൊന്നുമില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വേണം അവർക്ക് ഇതാക്കാൻ, ക്രാക്ക് ചെയ്യാൻ. അത്രക്ക് സീനുള്ള സാധനങ്ങളൊക്കെയാണ് സിമ്പിളായിട്ട് ചെയ്യണത്. അതിപ്പോ എങ്ങനെ പിടിച്ചു? അതാണ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ ലൈറ്റിന്റെ കാര്യം, ഈ ഷാഡോയും ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്താ പറയുക റേ ട്രേസിങ്, RTX എന്ന് പറയും. അതായത് RTX ഇപ്പോൾ ഉള്ളത്
എന്താ പറയാ NVIDIA-ക്കാരാണ് RTX ഇറക്കിയത്. NVIDIA ഭയങ്കര ലെജൻഡറി ടീമാണ്. നല്ല രസമാണ് ലോഗോ ഒക്കെ കാണാൻ. അതേപോലെ ഇവര് ഓപ്പോസിറ്റില് ഒരു കോമ്പറ്റീഷനുള്ള ടീമാണ് AMD റേഡിയോൺ, അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് തമ്മില് മത്സര ആര് പുതിയ ടെക്നോളജി കൊണ്ടുവരും. പക്ഷെ അത് NVIDIA കീഴടക്കി. NVIDIA ഈ RTX കൊണ്ടുവന്ന് റേ ട്രേസിങ്. അതൊരു എന്താ പറയാ, അതാണ് ഇത്രയും കാലത്ത് ഗെയിമിങ്, അതായത് ഗെയിമിങ് തുടങ്ങിയില്ലേ അത്രയും കാലം മുതൽ ഒരു എന്താ പറയാ ഭയങ്കര വഴിത്തിരിവാണ് ഈ RTX ഉണ്ടാക്കിയത്. ഭയങ്കര എന്താ പറയാ വഴിത്തിരിവാ. അതായത് RTX എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സപ്പോർട്ട് ആവുന്ന കാർഡുകളും വേണം NVIDIA-ന്ന്. അതായത് RTX 1000 മുതലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. 1000, 2000, 3000 അങ്ങനെ 3 സീരീസ്, അങ്ങനെ ഓരോ സീരീസുകളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയത് ഇറങ്ങിയിട്ടുള്ളത് 4090 അങ്ങനെയൊക്കെയാണ്. അതിന് 2 ലക്ഷം ഒക്കെ ഉണ്ട് കേട്ടോ സാധനത്തിന്. അപ്പോൾ ഇതിലൊക്കെ RTX ഉണ്ട്. അപ്പോൾ RTX എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് ഗ്രാഫിക് കാർഡിന് മാത്രം. RTX ഉള്ള ഒരു ഗ്രാഫിക് കാർഡിന് 2 ലക്ഷം ഉറുപ്പ്യ ഇല്ല. ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. 3 സീരീസ് ഉണ്ട്. ലാപ്പിൽ വരെ RTX ഉണ്ട്. അത് 30, 60, 3080. NVIDIA ഗ്രാഫിക് കാർഡ്സിനാണ് 2 ലക്ഷം. NVIDIA-ന്റെ 40 ഈ പുതിയ സീരീസിനാണ് ഇത്ര വില. 2 ലക്ഷം ഉറുപ്പ്യ. 3 ഫാനൊക്കെ ഉണ്ടാവും, നല്ല കൂളിംഗ് ഒക്കെ ആയിട്ട്. അതും ലിക്വിഡ് കൂളിംഗ് ഒക്കെയാണ് ഗ്രാഫിക് കാർഡും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ RTX എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ ഗെയിം പ്ലേയിലല്ല, വിഷ്വലി വേണ്ടിയിട്ട് ഇവര് AI യൂസ് ചെയ്ത്. ഗെയിം പ്ലേയിൽ ഓൾറെഡി ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ വിഷ്വൽ ജനറേഷന് വേണ്ടിയിട്ട് ഇവർ AI കൊണ്ടുവന്ന് ഡീപ്പ് ലേണിങ്. അപ്പോൾ ഈ RTX-ൽ വരുന്ന സംഭവങ്ങളാണ്. ഒന്ന് റേ ട്രേസിംഗ് ഉണ്ട്. റേ ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്, ആ ലൈറ്റ് റിഫ്ലക്റ്റ് ആവണുണ്ടല്ലോ അടിയില്ലേ, അതൊക്കെ പണ്ടേ ഉണ്ട് കേട്ടോ. പക്ഷെ പണ്ടത്തെ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ പെർസ്പെക്റ്റീവിലാണ് ഇവർ ഇത് റെൻഡർ ചെയ്ത് തരുന്നത്, ഈ റിഫ്ലക്ഷൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ താഴെ. പക്ഷെ അപ്പൊ അതിന് എന്താ പറയാ ഒറിജിനാലിറ്റി ഇല്ല അക്കാലത്തൊന്നും. ഈ ജസ്റ്റ് അവിടെ ഉണ്ടായാൽ മതി, ലൈറ്റ് ഉണ്ടായാൽ മതി എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പൊ ലൈറ്റ് അവിടെ ഓഫ് ആയി കഴിഞ്ഞാലും അവിടെ കാണും. അതായത് ഇത് അവിടെ ജനറേറ്റ് ചെയ്യുക, തട്ടിനോടത്താണ് ജനറേറ്റ് ചെയ്യണത്, അല്ലാതെ സോഴ്സ് നിന്നല്ല ഇത് നോക്കണത് പഴയത്. അപ്പൊ RTX-ൽ എന്താ ഈ പാത്ത് റേസിംഗ് അല്ല, റേ ട്രേസിംഗിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ലൈറ്റ് അവിടെ ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ അവിടെ നിന്ന് ഒരു 2-3 റേ വിടും. അതായത് ഒരു ലൈൻ ഓഫ് സൈറ്റ്. അപ്പൊ ഈ ലൈൻ ഓഫ് സൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. ഇത് ഇന്റേണലി എന്താ GPU കാൽക്കുലേറ്റ് ചെയ്യും ഇത് എത്ര ഡിഗ്രിയിൽ പോയാല് തട്ടിത്തെറിച്ച് ബൗൺസ് ചെയ്ത് പോകുമല്ലോ ഓരോ ആംഗിളില്. അപ്പൊ ഓരോ തട്ടിത്തെറിക്കലും എത്രത്തോളം ലൈറ്റ് അവിടെ കുറഞ്ഞു പോകുമല്ലോ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് മൾട്ടിപ്പിൾ റേ ഇവർ വിടും ഈ സോഴ്സിൽ നിന്ന്. എന്നിട്ട് എല്ലാം കൂടെ എന്താ പറയാ ഓരോ പിക്സലിന് നല്ല വിടുക. ഓരോ പിക്സലിന് വിട്ട് കഴിഞ്ഞാൽ കുറേ വേണ്ടി വരും, അപ്പോൾ കുറച്ചേ വിടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ എന്താ പറയുക മെർജ് ചെയ്തിട്ട് ആ ലൈറ്റ് എത്രത്തോളം അവിടെ വരുന്നത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഷാഡോസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ, കറക്റ്റ് കിട്ടും. അതാണിപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയാ കണ്ടുപിടുത്തം പറയാനുള്ളത്. അപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയി മാറും. അത്ര റിയലിസ്റ്റിക്. ഈ ഇപ്പൊ എല്ലാ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെയിൻ ആയിട്ട് ലൈറ്റിലാണ് നിൽക്കുന്നത്. എന്ത് ആനിമേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊരു അവഞ്ചേഴ്സ് പടം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ അവതാരം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ലൈറ്റും എന്താ ടെക്സ്റ്റേഴ്സുമ്പിലാണ് കളി നടക്കുന്നത്. പിന്നെ ജോമെട്രി ഉണ്ട്. ഈ 3 സംഭവങ്ങളിലാണ് മെയിൻ ആയിട്ട് കളി നടക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 സാധനങ്ങളും പണ്ടന്നെ, ഈ 2 സാധനങ്ങളും പണ്ടന്നെ ഓണായിരുന്നു. അതായത് എന്തൊക്കെ ജോമെട്രിയും ടെക്സ്ചറും പണ്ടന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ലെവലിലാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ടെക്സ്റ്റേഴ്സിന്റെ സീൻ എന്താ അറിയോ, ഈ ടെക്സ്ചറിന്റെ ഗ്രാഫിക്സ് കൂടുന്തോറും അതിന് മെമ്മറി കൂടുതൽ വേണം അല്ലെ. ഇപ്പൊ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചറാ, ജസ്റ്റ് ഇങ്ങനെ അവിടെ അതിന്റെ മേലെ വെക്കുന്ന ഒരു പിക്ചർ, അങ്ങനെ തിങ്ക് ചെയ്യാം. അപ്പൊ അതൊരു JPG ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ കൂടുന്തോറും ക്ലാരിറ്റി കൂടൂലേ, സൈസും കൂടും. അതായത് ക്ലിയർ HD പിക്ചർ വെക്കുമ്പോ അതിന്റെ ഇത് കൊടുക്കേണ്ടി വരും, സൈസ് കൊടുക്കേണ്ടി വരും. അപ്പൊ HD ടെക്സ്റ്റേഴ്സ് നമുക്ക് പണ്ടേ ഉണ്ട്. അതിനൊരു ബോട്ടിലിനൊക്കെ ഉണ്ടായിരുന്നത് മെമ്മറി മാത്രമാണ് ഗ്രാഫിക് കാർഡിന്. പക്ഷെ മെമ്മറിക്ക് ഇപ്പൊ എന്താ 32 GB 16 GB എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെയൊക്കെ സീനാളുണ്ടേ. അപ്പോൾ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മെമ്മറി എടുക്കൂല. അത് മെയിൻ ആയിട്ട് കളിക്കുന്നത് എന്താ പറയാ പ്രോസസ്സിങ് യൂണിറ്റിലാ.
എന്താ GPU-ലാണ്, മെമ്മറിയിലല്ല കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ എത്തിപ്പെട്ടത് ലൈറ്റിങ്ങിലാണ് എന്താ പറയുക ഇപ്പോൾ നമ്മൾ മുന്നേറിയത്. റേ ട്രേസിംഗ് എന്ന് പറഞ്ഞില്ലേ, റേ ട്രേസിംഗ് എന്നോടുകൂടി അപ്പം അത്രയും ഒറിജിനാലിറ്റി കിട്ടുമല്ലേ. അതല്ലേ ആ ഒരു ഇനിയിപ്പോൾ മറ്റേ ഇതും കൂടി വന്ന VR ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? VR-നെ പറ്റി ഇപ്പോൾ VR ഇപ്പോൾ എല്ലാ ഗെയിമിലും മെയിനായിട്ട് VR വെച്ച് കളിക്കുക, അതായത് 3D ഗെയിംസിൽ തന്നെ എല്ലാതും VR വെച്ച് കളിക്കാം. അപ്പോൾ VR എന്ന് പറഞ്ഞാൽ എത്ര ശരിക്കുള്ള എക്യുപ്മെൻറ്റിന് എത്ര വരുന്നുണ്ടാവും അല്ലേ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ, അത് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണാനുണ്ട്. ഒറിജിനൽ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവോ മാർക്കറ്റിൽ? എനിക്കറിയില്ല. തൊട്ടാ ഫീൽ ചെയ്യണം അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കാണാം. ഓടാ ചാടാ ആൾക്കാർ മെഷീനിലിട്ട് കളിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജുകളല്ലേ സത്യത്തിൽ? അതാണ് ഇനിയിപ്പോ പടം പോലെ വരും. ഏത് എന്താ സ്പീൽബർഗിന്റെ തന്നെ അല്ലേ റെഡി പ്ലെയർ വണ്ണോ? അത് തന്നെ ഗെയിം ഇറങ്ങിയ അല്ല അതേപോലെ വരും. റെഡി പ്ലെയർ വണ്ണ് ശരിക്കും ഭയങ്കര ഒരു തന്നെ ചാൻസ് ഉണ്ടല്ലോ. അതൊരു നൈസ്. പിന്നെ RTX നമ്മൾ പറഞ്ഞു തന്നില്ല. അപ്പോൾ അത് റേ ട്രേസിംഗ് വന്ന്, റേ ട്രേസിംഗ് കഴിഞ്ഞപ്പോഴാണ് പാത്ത് ട്രേസിംഗ് വന്നത്. റേ ട്രേസിംഗ് തന്നെ സംഭവം, പക്ഷെ ഇപ്പോൾ എന്താ ഈ റിലേറ്റിവിറ്റി കൂടുക, അതായത് ഇപ്പോൾ കുറച്ച് റേ അല്ലേ അയക്കണത് റേ ട്രേസിംഗ്, അതിൻ്റെ കുറച്ചും കൂടെ കൂടുതലാവും പാത്ത് ട്രേസിങ്ങിൽ. അപ്പോൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻ, പിന്നെ കുറച്ചും കൂടെ നല്ല കാൽക്കുലേഷൻ പിന്നെയും വേണം, ഒന്നും കൂടെ ആക്യുറേറ്റ് ആവും. ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യണത് ഒരു എന്താ സർഫസിൽ നിന്ന്. അതെ, എത്ര ആ ലൈറ്റ് അവിടെ കൊടുക്കുമ്പോൾ എത്ര റിഫ്ലക്റ്റ് ചെയ്യുന്നത് മനസ്സിലാവും. എന്തൊക്കെ നോക്കണം അതിന്, ആംഗിള്, ആ ഒരു ഇപ്പോൾ ഇത് വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം, ഒക്കെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലം പോയ പോക്ക് അതാണ്. പിന്നെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DLSS. അത് ഡീപ്പ് ലേണിംഗ് സൂപ്പർ സാമ്പിളിങ് അങ്ങനെ എന്തോ ആണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DLSS-ൽ 2 സാധനങ്ങളാണ് മെയിനായിട്ട് കളിക്കുന്നത്. ഒന്ന് ഫ്രെയിം ജനറേഷൻ, അതായത് ഈ FPS കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ നമ്മൾക്ക് ഈ ഒറിജിനലായിട്ട് റെൻഡർ ചെയ്ത ഫ്രെയിം അല്ല നമ്മൾ കാണുന്നത്, ഒരു AI ഉണ്ടാക്കിയ ഫ്രെയിമാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കാണുക. ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ AI ഒരു ഇമേജ് ഉണ്ടാക്കി തരില്ലേ? അതേപോലെ ഇപ്പോൾ ഈ പ്രോസസ്സ് ഇപ്പോൾ 2 ഫ്രെയിമാണ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്രെയിം ഇവര് ഈ 2 ഉണ്ടാക്കിയെടുക്കും. ഒരു കോപ്പി എടുക്കും. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത്, ഒരു ഫ്രെയിം അല്ലേ അത് മനസ്സിലാക്കാനല്ലോ, അത്രയും മൈന്യൂട്ടായിട്ട് നടക്കുന്ന സംഭവം അല്ലേ, അത് ക്രിയേറ്റ് ചെയ്യും AI. കുറേ ഫ്രെയിംസ് ഇൻ ബിറ്റ്വീൻ ഓരോ ഫ്രെയിമും കൂടി വരും, നമുക്ക് ആഡ് ചെയ്യാം ഓരോ ഫ്രെയിമിന്റെ അല്ലേ. നമ്മളറിയാതെ തന്നെ അതിങ്ങനെ കൂടുതൽ അതാണ്. അതായത് റിസോഴ്സ് കുറച്ച് മതി, ബാക്കി AI നോക്കിക്കോളും. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്തൊക്കെയാ നടക്കുന്നത് അതാണ്. പിന്നെന്താ അറിയോ, ഈ ഫ്രെയിം ജനറേഷൻ തന്നില്ല, അതിൽ എന്താ പറയുക വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ AI-ലൊരു നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോ കൊടുത്ത് അത് വലിയ റെസൊല്യൂഷൻ ആക്കാൻ പറഞ്ഞാൽ AI ചെയ്തു തരില്ലേ? ഇപ്പം ടൂൾ ഉണ്ടല്ലോ അതിനൊക്കെ, മറ്റേ എന്താ മിഡ് ജേണി അങ്ങനെയുള്ള സാധനത്തിലൊക്കെ നമ്മൾ എന്താ പറയുക ഒരു റെസൊല്യൂഷൻ കുറഞ്ഞൊരു ഫോട്ടോ ഇട്ടു. നമ്മളിപ്പോൾ പഴയ നമ്മളെ പാരൻസിൻ്റെ ഫോട്ടോ ആണെന്ന് വിചാരിക്കുക, ഇതൊന്ന് അടിപൊളിയാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ റെസൊല്യൂഷനിൽ അടിപൊളിയാക്കിയിട്ട് തരും AI. അപ്പം അത് ഇവർ ഇതിക്കെടുത്ത് ഗെയിമിങ്ങിക്ക് എങ്ങനെയാവും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രാഫിക് കാർഡിന് ഇത്ര പോകുന്ന ഫ്രെയിം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ ഫ്രെയിം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പണി കൂടും. ഇത്ര ചെറിയ റെസൊല്യൂഷനിലുള്ളതാണ് പണി കുറച്ചല്ലേ ഉള്ളൂ. ആലോചിച്ച് അല്ലേ, അത്രയും കുറച്ച് പിക്സൽസ് റെൻഡർ ചെയ്താൽ മതി. അപ്പോൾ ഗ്രാഫിക് കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുള്ളൂ, ബാക്കി AI വെച്ചിട്ട് എൻഹാൻസ് ചെയ്യും. ചെറിയ റെസൊല്യൂഷൻ എടുത്തിട്ട് വലിയ റെസൊല്യൂഷൻ വലിയ ഇതില് ക്ലാരിറ്റിയോട് കൂടി തന്നെ ആക്കും. അതന്നെ നടക്കുന്നത്. ആ ഒരു AI വ്യക്തി സംഭവങ്ങൾ. അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ഫ്രെയിമിൽ എന്താ പറയുക 25-30 ഫ്രെയിം ഇപ്പോൾ ഇതിൽ ക്രിയേറ്റ് ആവുന്നുണ്ട് ഒരു സെക്കൻഡിൽ, നമ്മളറിയണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ചേഞ്ച് ആവുന്നത് കുറച്ച് സാധനങ്ങളുള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്കി.
ഈ 30 ഫ്രെയിം ഒരു സെക്കൻഡിനുള്ളിൽ വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ മൂവ് ആവണതും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള സാധനങ്ങള് ബാക്കത്തെ ഫ്രെയിമിൽ നിന്ന് എടുക്കും. ഓ ഈ പുതുതായിട്ട് മൂവ് ചെയ്ത, അതായത് പുതുതായിട്ട് അത്രയും ചേഞ്ചുള്ള സാധനങ്ങൾ മാത്രമേ ഗ്രാഫിക് കാർഡ് റെൻഡർ ചെയ്യുള്ളൂ. മനസ്സിലായി. മറ്റേത് മുന്നിൽ നിന്ന് എടുത്തിട്ട് അവിടെ എൻഹാൻസ് ചെയ്ത്. അതെ, സെയിം സാധനം എടുത്ത് വെക്കും. അല്ല, അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ജോലിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗെയിം നല്ല പണിയാവും. അവരെന്താ എങ്ങനെ പണിയെടുക്കാന്നുള്ളതാണ് കാര്യമായിട്ട്. അതാണ്, അത് മനസ്സിലാക്കാൻ കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെ എഴുത്തും കുത്തും വരെയൊന്നും ഇല്ലേ ഇതില് ഡെവലപ്മെന്റ് അതുണ്ട്. ഇല്ല, ഓരോ ഇതും ഒരു ഇപ്പതൊക്കെ ഓരോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗെയിം എഞ്ചിനാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ ഈ GTA ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ, റേജ് എന്ന് പറഞ്ഞ എഞ്ചിനാ, റേജ് എഞ്ചിൻ. അപ്പോൾ പണ്ട് മുതലേ റേജ് എഞ്ചിനിലാണ്. പക്ഷെ അത് ഓരോ വേർഷൻസ് ആക്കിയിട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ ഏതോ പുതിയൊരു വേർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ ഈ GTA 5 ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ റേജ് എഞ്ചിനിലാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ കാറ് നമുക്ക് വലിച്ചിടാം, ഈ കാറ് നമുക്ക് ഇങ്ങനെ ആക്കാം അങ്ങനെ ആക്കാം. കാർ ക്ലിക്ക് ചെയ്താൽ അവിടെ ബോക്സ് ഒക്കെ വരും ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ. ഇപ്പൊ ഒന്നും കാണാത്ത. ഇപ്പൊ GTA 6 ആണെങ്കിൽ തന്നെ കുറെ എന്താ സാധനങ്ങൾ ലീക്കായിരുന്നു. അത് കണ്ടിരുന്നു നിങ്ങള്? ഇല്ല, കൊല്ലങ്ങളോളമായിട്ട് കുറെ സാധനങ്ങൾ ലീക്കാവുന്നുണ്ട് ഡെവലപ്മെന്റിന്റെ ടൈമിൽ. അതായത് എന്താ ഈ ചെറിയ ക്ലിപ്പുകൾ ലീക്കാ പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ വീഡിയോസ് അത് ഭയങ്കര സീനായിരുന്നു. ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ലീക്കാവാൻ ഒരു ഹാക്കർ ഉണ്ട്, ഇവനത് ലീക്കാക്കണത്. എന്താണ് ഇവന് എന്താ പറയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഫിഷിംഗ് ആണ്. ഈ ഡെവലപ്പേഴ്സിന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇവൻ മെസ്സേജ് അയക്കും, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവര് എന്താ പറയാ ഈ ഫിഷിങ്ങിൽ അറിയാതെ അവര് പെട്ടുപോകും ഡെവലപ്പേഴ്സ്. എന്നിട്ടാണ് ഇത് ഇവ ഹാക്ക് ചെയ്യണത്, വീഡിയോസ് എടുക്കുന്നത്. അതായത് ചെറിയ 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ ഉള്ളൂ ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ. അതായത് ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, എന്താ 3D സാധനങ്ങൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, അതൊക്കെയാണ് വീഡിയോസ്. പക്ഷെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് മില്യൺസ് ഓഫ് ആൾക്കാർ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക ഈ GTA 6 എങ്ങനെയാവും. അതിന്റെ ഒരു ഗ്ലിംസ് കിട്ടിയാൽ തന്നെ ഹാപ്പിയാണ് ആൾക്കാരെ. അതാണ് സംഭവം. ഇപ്പൊ ഈ ട്രെയിലർ ഇറങ്ങിയില്ലേ, ഈ ട്രെയിലർ എന്താ പറയാ, ട്രെയിലറിന്റെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് എങ്ങാണ്ടോ ഈ ഡെവലപ്പറെ മെയിൻ ഡെവലപ്പർ ഉണ്ട്, എന്തോ ഒരു ലീഡിന്റെ മോന്റെ ഫ്രണ്ട് ലീക്കാക്കി. അപ്പൊ അവൻ പറയാണ് ട്രെയിലർ നാളെ ഇറങ്ങുമല്ലേ, ഇനിയിപ്പൊ ഞാൻ അത് അതിന് വില ഉണ്ടാവില്ലല്ലോ സാധനത്തിന്, അവൻ്റെ അടുത്ത് സാധനം ഉണ്ട്, ഇപ്പൊ അത് ഇട്ടില്ലെങ്കിൽ വില ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ലീക്കാക്കിടുന്നത്. ആ ലീക്ക് കൊണ്ടാണ് ഈ ട്രെയിലർ തന്നെ നേരത്തെ ഇറക്കിയത്. ഇവരിറക്കാന്ന് വെച്ചത് ടൈം പിന്നെയും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം. ഇവരതിന്റെ മുന്നേ തന്നെ ഇറക്കി, ഇവത് ലീക്കാക്കിയതുകൊണ്ട്. ഹാക്കിങ് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, വേറെ തന്നെ സംഭവം. ഹാക്കിങ് എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇതിൽ വീഡിയോസ് കാണാറുണ്ട്. മറ്റേ എന്താ പറയാ ഈ കോൾ സെന്റേഴ്സിൽ സ്കാമേഴ്സിന്റെ എന്ത് സീനല്ലേ ഇത്. അപ്പൊ അതുണ്ട്. അപ്പൊ എന്താണ് എൻ്റെ ഒരു ഇതിൽ അവരാണല്ലേ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിരുന്നത്. കാരണം എന്താ വെച്ചാൽ തിരിച്ചു പണിയെടുക്കല്ലേ. അതെ അല്ലേ, അതിനല്ലേ എത്തിക്കലാണല്ലോ. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണല്ലോ, അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളല്ലേ ഇവര് യൂട്യൂബേഴ്സ് ആണെങ്കിലും. അത് നല്ല രസമാണ്. അതില് ഹായ് ദിലീപ് എന്നൊക്കെ വിളിക്കുമ്പോ ഇങ്ങനെ നോക്കും, ഫോട്ടോ അയച്ചെടുക്കും തിരിച്ചിട്ട്. വേറെ കോമഡി, ഇവൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയുമ്പോ ഇവന്റെ ഫോട്ടോ ഉണ്ടാവും ഇവന്റെ കമ്പ്യൂട്ടറില്. അപ്പോഴൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ മാറും. നല്ല കോമഡിയാണ്. ശരിക്കും ഹാക്കേഴ്സ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞ സീനാണല്ലേ. ചെങ്ങന്മാരുടെ പവറാണത് സത്യം. ഈ നോർത്ത് കൊറിയയിലൊക്കെ ഫുൾ ഹാക്കർമാരാ. നോർത്ത് കൊറിയയിലൊക്കെ ഉണ്ടല്ലോ ഇവര് എന്താ പറയണ, ജെപിനൊരു കാര്യം പറഞ്ഞു. എന്താ പറയാ, ഈ നോർത്ത് കൊറിയ മെയിനായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹാക്കിങ്ങാ. ഇവരവിടെ ഇരുന്നിട്ട് വേറെയുള്ള രാജ്യത്തിന്റെ ബാങ്കും സാധനങ്ങളൊക്കെ പൈസ ചൂണ്ടലാണ് ഇവരെ പരിപാടി. അതാണ് ഇപ്പോൾ ഒരു എന്റർടൈൻ ചെയ്യണതാണ്. ഹാക്കിംഗ് പഠിക്കും. അതാണ്
അതായത് എങ്ങോട്ടും പോകണ്ടല്ലോ, എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ ഉണ്ടാവും അല്ലേ. ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഗൂഗിളിലോ ഏത് സെർച്ച് എഞ്ചിനിലോ എന്താ പഠിക്കേണ്ടത് അല്ലേ, എല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. അതാണ്, ആർക്കും എന്തും ആവാം, അതിനൊരു താല്പര്യം എന്തും ആവാന്നല്ല, ആർക്കും എന്ത് വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയാണ് ഇപ്പൊ കാലം പോയിട്ടിരിക്കണേ. അപ്പൊ ഒരവിടെ തന്നെ ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളെ പറഞ്ഞൂടെ, പഠിക്കാത്തവരും പഠിച്ചു പോകില്ല അവിടെയൊക്കെ, പഠിച്ചില്ലെങ്കിൽ കൊല്ലുന്നു അറിയും. അല്ലേ, നോർത്ത് കൊറിയൊക്കെ എന്ത് സീനാ. അപ്പൊ ഓരോ പരിപാടി അതാണ്, അവിടെ ഇരുന്ന് അങ്ങനെ ആൾക്കാരെ ഇതാക്കലാണ് വേറെ പരിപാടി. ഇപ്പോഴത്തെ ടീം അതാണ് എപ്പോഴും ഹാക്കിങ് എപ്പോഴും ഒരു വാർ സോൺ മാതിരി എനിക്ക് തോന്നുന്നത്. അതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ടീം ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ ഇങ്ങനെ കയറി പോവുക, മറ്റേ ടീം അവിടെ ഡിഫെൻഡ് ചെയ്യുക, അങ്ങോട്ട് ശരിക്കും ഒരു വാർ സോൺ മാതിരി ഫീൽ ചെയ്യല്ലേ. അങ്ങോട്ട് എന്നിട്ട് ആരെങ്കിലും ചിലപ്പോൾ ഗെറ്റ് ഇൻ ചെയ്യും. അതാണ് ഒക്കെ ഒരു ലൂപ്പുകളിന് വേണ്ടി ഉള്ള ഒരു ഫൈറ്റ് എന്ന് അറിയില്ല, അതാണ് ചെയ്യണത്. ഒരു ഇഞ്ചിന് അതെ, എനിക്ക് എപ്പോഴൊരു ശരിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യല്ലേ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു അല്ലേ, അതാണ് ഈ എന്താ ഈ ആന്റിവൈറസ് ഒക്കെ അല്ലേ, ആന്റിവൈറസ് ഒക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആന്റിവൈറസിനായിട്ട് തന്നെ കുറച്ച് ടീംസ് ഉണ്ട് വൈറസ് ഉണ്ടാക്കാൻ. കാര്യം എന്നിട്ട് ഇവർ ഓരോ പേരിൽ ട്രോജൻ 32 അങ്ങനെ കുറച്ച് വൃത്തിട്ട പേരിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് ഇവരെന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ വൈറസ് കയറുമല്ലോ. അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്നുള്ളൊരു രീതിക്ക് അവർ പറയും. അപ്പോൾ ഈ അപ്ഡേറ്റിൽ ഈ ഇന്ന പേരുള്ള സാധനത്തിനെ പൊക്കും. അപ്പോൾ എല്ലാവരും വാങ്ങിക്കും. പണ്ട് അതേന്ന് കളി, പക്ഷെ ഇപ്പൊ ഹാക്കർമാരാണ് അല്ലേ. ഇപ്പോഴാണ് എന്താ ഈ ആന്റിവൈറസിന്റെ ഈ തല്ലിനേക്കാളും കൂടുതൽ ഈ ഹാക്കർമാരുള്ള സീനാണ് ഇപ്പൊ നടക്കുന്നത് ലോകത്ത്. ഹാക്കർമാര് നല്ല ഹാക്കർമാരല്ല എല്ലാരും. എനിക്ക് അറിയുന്ന ഉണ്ണിക്കുട്ടുണ്ടോ നല്ലൊരു നൈജീരിയയിലെ ചെക്കന്മാരെ കളിയൊക്കെയാണ് വേറെ ലെവലില് സാധനം. എയർപോർട്ടൊക്കെ ഇല്ലാത്ത എയർപോർട്ട് ജപ്പാനിക്ക് വിറ്റളഞ്ഞു പറഞ്ഞു. ഇല്ല എയർപോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ പറയാ, ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് വിറ്റത്. അമ്മാരി കളി അവിടെ കിടക്കണേ. അങ്ങനെയൊക്കെയാണ് ഈ നമ്മളെ ഈ. പിന്നെ വേറെ സീനുകളുണ്ട്. ഇപ്പോൾ ഒരു കോണ്ടിനെന്റിൽ നിന്ന് ഇപ്പോൾ ഈ ലോകം ഫുൾ കണക്റ്റഡ് അല്ലേ. ഇപ്പോൾ ഒരു വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കണക്റ്റഡാ. ശരിക്കും ഇപ്പോൾ ഈ സാറ്റലൈറ്റ് മാത്രമല്ല ഡാറ്റ സെൻഡ് ചെയ്യണത്, അതായത് എന്താ പറയുക ട്രാൻസ്പോർട്ട് ചെയ്യണത് മെയിനായിട്ട് നടക്കുന്നത് ഈ ഓഷ്യൻ കടലിൽ കൂടെയാണ്. എത്രയോ കിലോമീറ്റർ നീളത്തിലാണ് എന്താ പറയുക ഈ ഡാറ്റ പോണത്. ഈ ട്യൂബ് വയറ്, അതും ചെറിയ വയറൊന്നല്ല, അത്ര വലിയ വലിപ്പമുള്ള വയറിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് പോണത്. അതായത് ഫുൾ വയറ് ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനുള്ള പ്രൊട്ടക്ഷനാണ് ഈ ബാക്കിയുള്ള 6 പോലെ. അപ്പൊ അങ്ങനെ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പല രാജ്യത്തിനും പല പല മേലെ കൂടി അല്ല വിടുന്നത്, മേലെ കൂടെ അല്ല ഉള്ളു കൂടെ. അപ്പൊ അവിടെ വേറെ സംഭവം നടക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് കൺട്രികൾ തമ്മിൽ തല്ല്. അതായത് ഡാറ്റല്ലേ പോണ്ടിരിക്കണത്. ഈ ഒരു രാജ്യത്തെ എത്ര ഡാറ്റയാണ് വെള്ളത്തിൽ കൂടെ പോണത്. അപ്പൊ ചില ടീംസ് ഇത് ക്യാപ്ചർ ചെയ്യും. എനമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ടീമുകൾ ഇത് ക്യാപ്ചർ ചെയ്യാൻ നോക്കും, എന്തൊക്കെയാണ് പോണത്, എങ്ങോട്ടാണ് ഡാറ്റ പോണത്. പിന്നെ വേറെ ടീംസ് ഇത് പൊളിക്കുക. അങ്ങനെ ഒരു സാധനം അവിടെ വേണ്ട, ഒരു ബുദ്ധിമുട്ടട്ടെ അങ്ങനത്തെ മൈൻഡിലോ. അങ്ങനെയൊക്കെ കളികൾ നടക്കുന്നുണ്ട്. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ ഒരു ടീം ഉണ്ടാവും. അതാണേ. അപ്പൊ കോണ്ടിനെന്റുകൾക്കിടയിലല്ലേ ശരിക്കും ഈ ലൈനുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കടലില്. അതെ. അപ്പൊ എത്ര അത്രയും ലെങ്ത്തില്ലേ, കിലോമീറ്റർ കണക്കിന് കിലോമീറ്റർ പോയിണ്ടാവും വിചാരം. ആ വഴി കൂടെ ഇത് കൂടെ ഒക്കെയാണ് പോണത് അല്ലേ. അപ്പൊ വൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടൊക്കെ ഫുള്ള് കിടക്കല്ലേ ഇപ്പൊ. അതാണ് ഇവിടെയൊക്കെ ഡാറ്റ ഉണ്ട് നമുക്ക് ശരിക്കും. അതല്ല ഇപ്പൊ ഈ ശരീരത്തിലൊക്കെ എന്തെങ്കിലും അത് എടുക്കാനും ഇപ്പോൾ ഇവിടെ നിന്നുള്ള വൈഫൈ എന്നുള്ള അത് നമുക്ക് എടുത്തിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാനുള്ളൊരു സാധനം
മൈൻഡിക്ക് കൊടുക്കാനല്ല, കൊടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു അതിനാണ് ഇപ്പോൾ ഫാന്റസി ആയിട്ടുള്ള ഇതില് ഏത് സൈബർ പങ്ക് സൈബർ പങ്ക് കളിയാ കളിക്കണേ. പറഞ്ഞ സാധനമാണ് സൈബർ പങ്കിൽ കളിക്കണേ. മെറ്റാ ഹ്യൂമൻസിനെ ഉണ്ടാക്കുക, അതായത് ഈ ഹ്യൂമൻലി മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഒരു എന്താ പറയുക വേൾഡ് കണക്റ്റ് ആയിട്ട് നിൽക്കുക. അതായത് നമ്മളെ ഉള്ളിലൊക്കെ നമ്മളെ മാംസ സാധനങ്ങളൊക്കെയാണ്, പക്ഷെ ഫുൾ അറ്റാച്ച്മെന്റ്സ് ആവും. അതായത് സ്യൂട്ടുകള് ഇത് കൂടെ ആന്റിന, അതായത് പ്ലെയർ വൺ ആയല്ലോ. അതന്നെ പ്ലെയർ വൺ അല്ല, പ്ലെയർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരാണ് വി ആർ വെച്ചിട്ട് കളിക്കണത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തന്നെ നമ്മളെ മേലത്ത് ഒരു ഇത് വെക്കുക, എന്താ റിസീവറും നമ്മളെ എന്താ ടെക്നോളജി എന്താ പറയാ ഒരു ഇലക്ട്രിക്കൽ കമ്പോണന്റ് നമ്മളെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്യുക, മെറ്റാ ഹ്യൂമനാക്കി മാറ്റുക. അതാണ് ഈ ഗെയിമിലുള്ളത്. അപ്പോൾ ഇത് 2077 എന്നാണ് ഈ ഗെയിമിൻ്റെ ഇയർ പറയണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അത്ര 77 വരുമോ എന്താ പറഞ്ഞ നമ്മളെ മേലില് ഒരു ഇത് വെക്കാണ്, അതോട് കൂടി നമ്മൾ ഫുള്ള് എടുക്കൽ തുടങ്ങുകയാണ്. ഡാറ്റ നമ്മളെ തലച്ചോറില് എടുക്കുകയാണ്. നമ്മള് എന്താ പറയാ എൻഹാൻസ് ചെയ്തൊരു വേർഷനായി പോകും. നമ്മളെ അജിലിറ്റി, സ്റ്റാമിന എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. മറ്റേ സ്കാർലെറ്റിന്റെ അതൊരു പടം ഉണ്ടല്ലോ, ഇവള് മനസ്സിലായി, അവള് ബ്ലഡ് വരെ കൺട്രോൾ ചെയ്യുന്നതൊക്കെയാ. അവൾക്ക് ബ്രെയിനിന്റെ 100% യൂസ് ചെയ്താൽ എന്ത് പടാ പറ്റിയോ നിങ്ങൾക്ക്? പറ്റിയോ? എനിക്കിഷ്ടായി അത്. നമ്മളെ ഫുള്ള് കൺട്രോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു സെല്ല് വരെ ഉള്ള നമ്മളെ തലച്ചോറിൽ നമ്മൾ ഓരോ സെല്ല് ബില്യൺസ് ഇല്ലേ ട്രില്യൺസ് സെല്ല് ഉണ്ടാവില്ലേ, ഓരോ ചെറിയ ഓരോന്നിന്റെ കൺട്രോൾ നമ്മളെ തലച്ചോറിന് കിട്ടുകയാണെങ്കിലുള്ള അവസ്ഥ എന്തേക്കാരം നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം. അത് അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റാണ് ഇവര് ഈ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളത്, സൈബർ പങ്ക്. അത് നൈസ് ഗെയിം ആട്ടോ. അത് സംഭവം ഈ ഓവർ ഹൈപ്ഡ് ഗെയിം എന്ന് പറയൊക്കെ പറയില്ലേ, അത് അക്കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു. മറ്റേ ഇത് പണ്ടിറങ്ങിയത്, അതായത് പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം മുന്നേ ഇറങ്ങിയതാണ് ഈ ഗെയിം. ഇതിൻ്റെ ട്രെയിലറൊക്കെ ഒരു 2015 അങ്ങനത്തെ ആ റേഞ്ചിലാണ്. അതായത് ഇതും ഒരു 8-10 കൊല്ലം എടുത്തിട്ടുണ്ട് തോന്നുന്നു ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഇവർ ഫസ്റ്റ് ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ഹൈപ്പ് അടിച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോനെ. ഇപ്പോൾ ഈ GTA 6 ട്രെയിലറൊക്കെ പോലെ ഇവർ ഭയങ്കര ഇതായിരുന്നു, ഓവർ ഹൈപ്ഡ് ആയിരുന്നു മോനെ. അതാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വൈബിലുള്ള ഗെയിം ഉണ്ടായിരുന്നില്ല ഈ സൈബർ പങ്ക്. ഇത്രയൊരു സിന്ധു വേവ്, ബ്ലേഡ് റണ്ണർ ലെവലുള്ളൊരു ഗെയിം ഇല്ല. അപ്പോൾ ഇതും കൂടെ കണ്ട ആൾക്കാർ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസാവില്ല മൈൻഡിൽ എല്ലാവരും ഭയങ്കരമാണെന്നു. അപ്പോൾ 2020 ഗെയിം ഇറങ്ങി. ഗെയിമിൽ എന്താ കിയാനു റീവ്സ് ഒക്കെയാണ് ഉള്ളത്, ഇപ്പം മെയിൻ ക്യാരക്ടറാണ് അതിൽ. അപ്പോൾ ഇവരായിരുന്നു ഫുൾ പ്രമോഷനും ഒക്കെ ഉണ്ടായത്. ഗെയിം ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക, എൻ്റെ മോനെ നോക്കി നിന്നുള്ള അതേപോലെ പൊട്ടിട്ടോ. അതാണ് ഗെയിം പൊട്ടി. ഗെയിം 8 നില പൊട്ടി. അതാകെ ബഗ്ഗും, ആൾക്കാർക്ക് കളിക്കാൻ പറ്റണില്ല. എന്താണിത് അല്ലേ, ക്രാഷ് ആവുന്നുണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ഇവർ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തത് ഒരു ഹൈ എൻഡ് സാധനത്തിൽ മാത്രമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ബഗ് വന്നത് PS3-ലും ഇങ്ങനെയുള്ള ഈ എന്താ ആ കാലത്ത് ഇറങ്ങിയ ഉള്ള സാധനത്തിലാണ് മെയിൻ ഇഷ്യൂസ് വന്നത്. പക്ഷേ അക്കാലത്ത് മെയിൻ നിൽക്കണ PS4-ലൊക്കെ നൈസായിട്ട് ഓടുന്നുണ്ട്, PS5-ലും ഓടുന്നുണ്ട്, PS4-ലൊക്കെ നല്ല കുഴപ്പമില്ല ഓടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിലുള്ള കൺസോളിലൊന്നും ഇത് വർക്ക് ചെയ്യണില്ല, കുറേ ബഗ്ഗും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്സ്ചറൊന്നും മെമ്മറി തികയണില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് പറ്റി. എന്നിട്ട് ഈ ഗെയിം അത് മാത്രമല്ല കേട്ടോ, കുറേ സാധനങ്ങളില്ല. അവര് പിന്നെ ആ ക്വാളിറ്റിയിൽ ഇറക്കിയിരുന്നല്ലേ, ചിലപ്പോൾ എടുക്കാൻ പറ്റാണ്ടായിരിക്കും. അതെ, അതന്നെ ക്വാളിറ്റി ഓരോ എന്താ പറയാ ടാർഗറ്റ് അതായിരുന്നു. പക്ഷെ അവർക്ക് അത് എത്താൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ CEO ആളെ പേര് ഞാൻ മറന്ന്. ഇയാള് പക്ഷെ ഭയങ്കര സ്റ്റേണായിട്ട് നിന്നു. ഇയാള് ഇപ്പോ ഓരോ മാസം കൂടുമ്പോഴും ഇയാൾ അപ്ഡേറ്റ് എടുത്ത് കൊടുത്തുകൊണ്ടേ വന്ന്. ഇപ്പോഴുള്ള ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അപ്ഡേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ അതിൻ്റെ ബഗ്ഗുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ടൊരു CD വാങ്ങുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഉള്ള ബഗ്ഗൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. പണ്ട് അങ്ങനെ അപ്ഡേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇയാളെന്ന് മാത്രമല്ല, എല്ലാ ഗെയിമും അങ്ങനെയാണ്. പക്ഷെ ഈ സൈബർ പങ്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ അപ്ഡേറ്റിൽ എല്ലാം ഫിക്സ് ചെയ്ത് ഇപ്പോൾ 2023 കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവരൊരു എന്താ DLC ഡൗൺലോഡബിൾ കണ്ടന്റ് എന്താ റിലീസ് ചെയ്ത്, ഫാൻഡം ലിബർട്ടി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇപ്പം പഴയ മാപ്പ് ഉണ്ടല്ലോ,
ഈ പഴയ മാപ്പിൽ കൂടാതെ അതിൻ്റെ ഉള്ളിൽ വേറൊരു മാപ്പല്ല വേറൊരു എന്താ പറയാ സ്ഥലം ആഡ് ചെയ്ത്. അതാണെന്നുണ്ടെങ്കിലോ ഒരു സ്റ്റോറിൻ്റെ ഉണ്ട്. ഈ പഴയ ഗെയിമിന്റെ സ്റ്റോറി ഈ പുതിയ സ്റ്റോറി കൂടെ കണക്ട് ചെയ്തവര് ഇത് കണക്ട് ചെയ്തിട്ട് അതും സീംലെസ് ആയിട്ട് ഈ പഴയ സ്റ്റോറി പുതിയ സ്റ്റോറിനായിട്ട് കണക്ട് ആവും. അതായത് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ പുതിയ സ്റ്റോറി കളിക്കുക, അതും ആ സ്റ്റോറിനെ ലയിച്ചങ്ങോട്ട് പോകും. അതുകൂടാതെ ഈ ഇപ്പോഴത്താണ് ഈ ഞാൻ പറഞ്ഞില്ലേ റേ ട്രേസിംഗ് ഈ സാധനങ്ങളൊക്കെ വന്നത്, ഈ അപ്ഡേറ്റ് ഒരു ഇതും കൊണ്ടുവന്നു. അപ്പൊ ആ ഗെയിമിന്റെ തല അങ്ങോട്ട് മാറിപ്പോയി. നമുക്ക് സൈബർ പങ്കിന്റെ ഒരു ട്രെയിലർ നേരിട്ടോക്കെ. അത് നൈസാവും. ഈ ഇപ്പൊ പറഞ്ഞ വീഡിയോ ഉണ്ടോ? ഏതാണ്? സൈബർ പങ്കിന്റെ മറ്റേ ഇത് പോലീസോ സൈബർ പങ്ക് നമുക്ക് ഇതില് സെറ്റ് ചെയ്തോളെ പറ്റും. പക്ഷേ എന്ത് സീനെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫാൻറ്റം ലിബർട്ടി, അത് ഇതിന് സപ്പോർട്ട് ആവില്ല. അത് PS5-ക്കാണ് ഇവര് ഈ ഭാഗം കട്ട് ചെയ്യണോ, നമ്മളിത് ക്രാക്കിടാന്ന് മനസ്സിലാക്കുക. ഇത് പ്രീമിയാണെന്ന് ചുക്ക്. എടാ സൈബർ പങ്ക് ഞാൻ പറയണത് എന്താ ക്രാക്ക്ഡ് വേർഷൻ തന്നെ നമുക്ക് ഒപ്പിച്ചുകൂടാ? ഒപ്പിക്കാം, പക്ഷെ ആ അപ്ഡേറ്റ് കിട്ടൂല, അത് സപ്പോർട്ട് ആവൂലേ. ആ പുതിയ സാധനം കിട്ടൂല. നമുക്ക് കിട്ടാൻ പോണത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ബഗ്ഗുകള് അതാവും. PS4-ലാണെങ്കിൽ എന്താ അവസ്ഥ? അതിന്റെ PS4-ത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ PS5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ദെന്റും നോവൊക്കെ കണ്ടില്ല, അത് തന്നെ ഉണ്ട്. പക്ഷെ 28 മിനിറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ചെറുതെന്തായാലും. ഏതാണ് ഇതിന്റെ ഒരു മെയിൻ ട്രെയിലറാ? ഫസ്റ്റ് ഇറങ്ങിയ ട്രെയിലർ ഇതെടുത്ത് നോക്ക്. എന്താ സൈബർ പങ്ക് ഫാൻറ്റം ലിബർട്ടി. അതന്നെ. ഇവരിതിലാണ് ആ ഗെയിം അങ്ങോട്ട് പിടിച്ചത്, തിരിച്ചു പിടിച്ചത്. സൗണ്ട് ഇതിലിട്ട് വേറെ ഒരുത്തന്നെ കൂടെ കൊണ്ടുവന്നേ, സെലിബ്രിറ്റി ഐഡ്രിസ് ആൽബ. ആക്ഷൻ ആണല്ലോ, ആക്ഷൻ ചെങ്ങയാണല്ലോ. അതും ഇപ്പോഴുള്ള ഗെയിംസിന്റെ ട്രെയിലർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിക്സ് അതേപോലെ ഉണ്ടാവും ഗെയിം പ്ലേയിലും. ഇതേമാതിരി തന്നെ ഉണ്ടാവില്ല. അതല്ലേ ലുക്കാണല്ലോ. അതൊക്കെയാണ് ഇംപ്ലാന്റ്സ്. അത് എടുക്കുന്നല്ലേ. അപ്പൊ എല്ലാരും സൂപ്പർ ഹീറോസ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാരും പറയാൻ പറ്റില്ല, എന്താ പറയാ, ഈവിളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. പൈസക്കാര് മാത്രം. പൈസ ഉള്ളവർക്ക് വെക്കാൻ പറ്റുള്ളൂ. Place sure sounds tasty. Yeah. You were the one that took me there in the first place? Yeah. I remember now. Wow. Listen, when this is all over, you gotta take a break, you hear me? Tell me, do you copy? അയ്യോ ചതിച്ചാശാനെ.
ഒക്കെ USA ലാല്ലേ? അതും ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. So excuse me, Madam President. Bill, it's going to be a long flight. No, thank you. അവൻ I wouldn't be alive if it wasn't for you. ഇപ്പൊ ഈ സാധനം അവരിറക്കി. ആ പ്ലെയിന് വീഴണില്ലേ? ഗെയിം ഇറങ്ങിയല്ലോ അല്ലേ? ഇതിറങ്ങി. അതിന്റെ അപ്ഡേറ്റ് ഇറങ്ങി. ഇതാണ് അതിന്റെ വേർഷൻ 2. അപ്പൊ ആ പ്ലെയിന് വീഴുണ്ടല്ലോ, അതാണ് ഒരു മാപ്പിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയ സ്ഥലം. സിറ്റിയില് ആ പ്ലെയിന് വീഴണ സ്ഥലം ഇവര് മൊത്തം ഉണ്ടാക്കി. അതായത് അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. മാപ്പ് വലിയൊരു മാപ്പാ. ഉള്ളിൽ വേറെ എന്താ ഡോഗ് ടൗൺ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. വേറെ തന്നെ ഒരു യൂണിവേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അത് എന്നിട്ട് സീംലെസ് ആയിട്ട് ഈ പഴയ സ്റ്റോറിക്ക് ഇവർ കണക്ട് ചെയ്ത് അതൊരു വല്ലാത്തൊരു തിരിച്ചുവരവാണ് ഇവർ ചെയ്തത്. എത്രത്തോളം ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അറിയോ അതൊന്ന് സെറ്റാക്കാൻ. അതാണ് എനിക്ക് ഇപ്പൊ എത്ര ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ഒരു ഗെയിം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഇതിന്റെ സ്റ്റോറി ലൈനിൽ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ടീം വേറെ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ടാവും അല്ലേ? അങ്ങനെ എത്ര ആൾക്കാർ ഗെയിമിനെ എങ്ങനെ കുറ്റം പറയും ആൾക്കാർ. ഗെയിം അതാണ്, ഗെയിം അതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആധുനിക ടെക്നോളജി അല്ലേ. അവിടെയൊക്കെ VR വേറെ ലെവലെത്തിയിട്ടുണ്ടെന്നാണ്. അമേരിക്കയിലൊക്കെ VR-ന്റെ വലിയ മറ്റേ അങ്ങനത്തെ റൂമുകളിൽ കയറാറുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഫുള്ള് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഭയങ്കര VR വന്നു കഴിഞ്ഞാൽ ആകെ VR-ഉം AI കൂടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ മറ്റേ പോസിബിലിറ്റിയും ഭീകരമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ദിലീപായിട്ട് സംസാരിച്ച ഭയങ്കര വാലിഡായിട്ടൊരു പോയിന്റ് പറഞ്ഞു. അതിപ്പോൾ AI വന്നല്ലോ. AI വലിയൊരു ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ AI മറ്റേത് ഈ ഫേക്കില്ലേ, ഇത് ഫേക്ക് വീഡിയോസും എല്ലാം ഫേക്ക്. ഇപ്പോൾ അടുത്ത് ഒരു എന്താണ് ഫേക്കുകൾ എല്ലാം ഫേക്ക് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്കൊരു എന്താ പറയുക, ഒന്നും റിയൽ അല്ലാത്തൊരു സാധനം ഫുൾ ഫേക്ക് വീഡിയോസ് മാത്രമായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ പിന്നെ അതിലുള്ള ഇത് പോലെ ലെജിറ്റിമസി പോലെ അങ്ങനെയും ചാൻസ് ഇല്ലെന്ന് ചോദിച്ചിരുന്നു. സത്യമല്ലേ? അത് സത്യമാണ്. അത് പക്ഷെ ഇപ്പോഴും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല കേട്ടോ. AI അത്രത്തോളം അങ്ങോട്ട് എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ AI ഉണ്ടാക്കിയ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഒഴുക്കും ആ ഒരു വിയേർഡ്നെസ് ഉണ്ട്. പക്ഷെ ഉള്ള വീഡിയോയിൽ AI നല്ല മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. അതുണ്ട്. അപ്പോഴത്തെ ഒരു ആക്ട്രസിൻ്റെ അത് ഉള്ള വീഡിയോയിൽ മാറ്റം വരുത്താൻ പറ്റും. ഞെട്ടിക്കണ രീതിയിലാണ്. അതെ. അത് ഇപ്പോൾ ഉള്ള സാധനം തന്നെ ഇവര് ഇപ്പോൾ ഈ ഒരു ഫ്രെയിമെൻ്റ് എടുത്തിട്ട് AI-നോട് ഇതൊന്ന് അടിപൊളിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സീനാക്കി തരും. അതുകൊണ്ടേ അതിൻ്റെ ബേസ് കിട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടെ കോൺക്രീറ്റ് ആവും. ഇപ്പം ബേസ്ലെസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൽ അടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതില്ല അതിന്. പക്ഷെ നമ്മളൊരു ബേസ് കൊടുത്തു കഴിഞ്ഞാൽ അതും ചെയ്യാന്നാ. ശരിക്കും ബേസ് കൊടുത്തിട്ട് പിന്നെ നല്ല കറക്റ്റ് ഇത് അതാണ് പറയണല്ലേ. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിന് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത സാധനം തരും. അതല്ലേ? എടാ മോനെ കുറേ ടൂൾസ് ഉണ്ട് ഇപ്പോൾ എന്താ പറയുക, കുറേ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന സ്കീമാണ്. ഒരു ചെറിയൊരു വീഡിയോ എടുക്കുക എന്തെങ്കിലും, എന്നിട്ട് ഈ വീഡിയോ തന്നെ ഇതിന് കൊടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക, അങ്ങനെ ആക്കിയിട്ട് തന്നെ പടം എടുത്ത ആൾക്കാരുണ്ട് യൂട്യൂബിൽ. ഒരു സിനിമ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. ക്യാരറ്റുകളുടെ ഒരു മൂവി, ക്യാരറ്റ് ആർമി, ക്യാബേജ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇവരെ AI-യുടെ ഓരോ ഇത് ഇങ്ങനെ കഥ പറയുക, ഇതിനൊരു ഫോട്ടോസ് കാണിക്കുക. പക്ഷെ നല്ല കഥയാണ് പറയണേ, ഹെവി കഥ പറയുന്നത്. മലയാളം സ്റ്റാറുകൾ ഇപ്പം അടുത്ത് മറ്റേ അവഞ്ചേഴ്സിൻ്റെ ഇത് വന്നല്ലോ, മറ്റേ ശ്രീനിവാസനും മറ്റേ അവഞ്ചേഴ്സിൻ്റെ വീഡിയോ ഉണ്ട്. അവഞ്ചേഴ്സിൻ്റെ എന്താ AI-യുടെ ഉണ്ടല്ലോ സീനാക്കിട്ടാ സീൻ സാറാണ്. ഇതിനൊക്കെ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഇതിപ്പോൾ
ആക്സസ് ചെയ്യാന്നുള്ളതാണ്. സത്യം. ആ മറ്റേ ഇപ്പം അടുത്ത് മറ്റേ ഇത് ഏടെ എന്താണ് മൂപ്പരുടെ പേര്, ആൾട്ട്മാനോ, അവനെ പുറത്താക്കിയല്ലോ. അതെന്താ പുറത്താക്കിയത്? അതെന്താ കാരണമൊക്കെ അറിയില്ല കേട്ടോ, പക്ഷെ അത് തിരിച്ചെടുത്തു. പിന്നെ തിരിച്ച് ഭയങ്കര ബോർഡിനെ ഒരു വിറ്റാലിക്കിനെ പുറത്താക്കിയത്. മെയിൻ ആളാണ് പുറത്താക്കിയത്, അത് ഫൗണ്ടറാണേ. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെന്നെ പറഞ്ഞു ഇവരെ പുറത്തെടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യൂല, എംപ്ലോയീസ്. അങ്ങനെയൊക്കെ സീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ടെസ്ല എക്സിൻ്റെ അവരൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ലേ? അത് എന്തായി? മസ്കിൻ്റെ ഒക്കെ ടീം ഒരു ഏഴ് പിന്നിലുണ്ട്, പിന്നെ ഗൂഗിൾ ഉണ്ട്, പിന്നെ ഓപ്പൺ ഗൂഗിള് ബാഡ്. എന്നിട്ട് ഇതിൽ ആൾക്കാർ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ കുറേ, മറ്റേ ഇങ്ങനെ അടിച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഫ്രീ ആയിട്ടുണ്ട്. ഈ മിഡ് ജേണി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ഫ്രീ ആണ്. പക്ഷെ അത് നമുക്ക് 1 തവണ 2 തവണ അങ്ങനെയൊക്കെയാ പറ്റുള്ളൂ, ഒരു ദിവസം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കോട്ടുണ്ട്, API കോളിന് കോട്ടുണ്ട്. അത് അങ്ങനെയാണ് ഒരു ആൾക്കാരെ പിടിക്കണേ. ഈ GPT 3.5 വരെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ 4 മുതലാണ് ഇമേജും വീഡിയോ ഒക്കെ സപ്പോർട്ടാണ്. അത് ക്യാഷോടെ തന്നെ വാങ്ങണം. അത് കൂടാതെ ഇപ്പോൾ വേറെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടൽ, ഈ പോർട്ടലിൽ തന്നെ എല്ലാ AI ഉള്ളത്. അതേതാണ്? പക്ഷെ അവർക്ക് പൈസ കൊടുക്കണം, അങ്ങനെ സീൻ. ഡീപ് ഫേക്ക് അല്ലേ? എട്ടോ അയ്യോ, ബാലരമയുണ്ടല്ലോ. ഇതെന്താവോ നമുക്ക് എന്താ പറയാ, ഈ മ്യൂസിക് പ്രശ്നം ഉണ്ടാവല്ലേ? മ്യൂട്ടാക്കിയാക്കണേ. ഓ കറക്റ്റില്ലേ, പറ്റിയ സാധനം. ഇതിലെങ്ങനെ പറ്റിയ ക്യാരക്ടർ. ഇതൊക്കെ ഒരു ബേസ് സാധനം ഉണ്ടല്ലോ, അല്ലേ? അതുമ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. കല്യാണം നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൽ വല്ല നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിനെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ പടവും ചെയ്യിപ്പിച്ചൂടെ? ഇപ്പൊ ഗോഡ് ഫാദർ ഒക്കെ അല്ലേ, അതാണ് മറ്റൊരു സാധനം ഇറങ്ങിയതല്ലോ. ഗോഡ് ഫാദർ ആരാട്ടോ? മമ്മൂട്ടി മോഹൻലാലായിട്ട്. മോഹൻലാലായിട്ട് നമുക്ക് ഫുള്ള് അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള ഒരു പടം തന്നെ. അങ്ങനത്തെ വരുമായിരിക്കില്ലേ? വരും. അത് എന്താ, ഫേസ് മാത്രമേ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂ, ആ ഒരു ബോഡി ലാംഗ്വേജ് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സീനുണ്ട്. ഫേസ് നമുക്ക് എന്തും ചെയ്യാം, അതാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സീനുകൾ പോണത്. ഈ ഡീപ്പ് ഫേസ് ഉണ്ടല്ലോ, ഡീപ്പ് ഫേസ്
ഡീപ് ഫേസ് ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവര് എന്താ പറയാ ഒരാളെ ഫേസ് വേണം. ഇപ്പൊ ഒരാളെ ഫേസ് ഇപ്പോ നമ്മളെ ഒരൊറ്റ പിക്ക് മതി. അതായത് ഈ 4 സൈഡിൽ നിന്നുള്ള പിക്ക് നാല് സൈഡുള്ള ഒരു 360 വ്യൂ നമ്മളത് കിട്ടി. നമ്മളെ ഫേസ് വെച്ചിട്ട് എന്തും ചെയ്യാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇടുമല്ലോ പല ആംഗിളിൽ നിന്ന്, അതൊക്കെ ഡാറ്റയാ. ആ ഡാറ്റ വെച്ചിട്ട് ഒരു 3D മോഡൽ ഉണ്ടാക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഫോട്ടോ ഇടണമെങ്കിൽ ഒരേ ആംഗിളിലാണെങ്കിൽ നൈസായിരിക്കും അല്ലേ, ഒരാൾ പിടിക്കാൻ പറ്റില്ലായിരിക്കും. ഇപ്പൊ ഈ മുഖം മാത്രം അങ്ങനെ അത് പറ്റുമോ? എല്ലാത്തിലും നമ്മള് ഇതേപോലെ നടക്കും. മറ്റേത് എല്ലാ ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് അത്രയും ക്ലാരിറ്റി കിട്ടില്ല അതിന്. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ നമ്മളിപ്പോ കണ്ടൊരു വീഡിയോ, ആ ഒരു വീഡിയോ നമ്മളെ ചേഞ്ച് ചെയ്യുമല്ലോ ഇങ്ങനെ. അതായത് ഇപ്പൊ എങ്ങനെയാണ് ഫ്രെയിം ഇങ്ങനെ ആവുമല്ലോ. അപ്പൊ മുഖം തിരിയുമ്പോ ആ തിരിയണ ഡാറ്റ ഓരോരുത്തരും ഇവിടെ വെക്കും. അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ക്യാമറ ഫോട്ടോ എടുക്കുമ്പോ അയ്യോ ഇവിടുന്ന് മാത്രം എടുക്കാൻ പറ്റൂലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും നമ്മളത് ശരിക്കും ഡാറ്റ ഇങ്ങനെ കിടക്കില്ലല്ലേ. ഡാറ്റ കിടക്കണ് അതാ. പക്ഷെ ഇപ്പൊ എല്ലാ സീനുകളും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ അല്ല, റെഡിറ്റ് അല്ല, ട്വിറ്റർ എക്സായി മാറിയല്ലോ. മസ്ക് ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താ അറിയോ? ഈ പണ്ട് ട്വിറ്ററിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. എന്താ, ഞാൻ എൻ്റെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ ഇൻ്റലിജൻസ് വർക്ക് ചെയ്തത്, മറ്റേ പോലീസിന് സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന അപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡാറ്റ എടുക്കും. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ. കോൺട്രവേഴ്ഷ്യൽ സാധനമായി പറഞ്ഞിട്ട് നമ്മളൊക്കെ ഡാറ്റ പോലീസുകാർ എടുക്കുന്നുണ്ടല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനുള്ള API ഉണ്ട്. API നമ്മൾ എടുക്കണത് അത് വേറെ കാര്യം. ഇപ്പോൾ ട്വിറ്ററിലുള്ള API ആയിരുന്നു, Twitter 4G എന്ന് പറഞ്ഞ API ഉണ്ട് ജാവയ്ക്കുള്ള. അതിൽ നമ്മളിപ്പോൾ നമ്മളെ ക്രെഡൻഷ്യൽസ് കൊടുത്ത് നമ്മളൊരു ഓതറേഷൻ കീ, അങ്ങനെ 4 കീ ഉണ്ട് അതിൽ. ഓതറേഷൻ കീ, പിന്നെ ഓതറൈസേഷൻ, വേറെന്തോ ഒരു കീ, അങ്ങനെ 4 കീ ഉണ്ട് ഒരാൾക്ക്. ആ 4 കൊടുത്താൽ മാത്രമേ നമുക്ക് ആ API വെച്ചിട്ട് നമ്മളെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് ട്വീറ്റ് ഇടാം, ട്വീറ്റ് ലൈക്ക് ചെയ്യുക, അപ്പോൾ പറഞ്ഞില്ല അതേപോലെ. അത് കൂടാതെ നമുക്ക് ട്വീറ്റ് സ്ട്രീം ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീജിയൻ കൊടുത്തു. ഇപ്പോൾ എന്താ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു റീജിയൻ കൊടുത്ത് ബൗണ്ട്. അപ്പോൾ ബൗണ്ടിൽ ആരൊക്കെ ട്വിറ്റർ പോസ്റ്റ് ഇടേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്ട്രീം ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, അതിപ്പോൾ സ്ട്രീം ചെയ്തെടുക്കാം. അതൊക്കെ പബ്ലിക്കായിട്ടാണ് ചെയ്യണത്. പബ്ലിക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബഫർ ചെയ്തിട്ട് നമുക്ക് സാധനം കിട്ടും. എന്താ കാര്യം? അതുകൊണ്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസിൽ എന്താണ് ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ആപ്ലിക്കേഷനിൽ സെറ്റിങ്സ് ഉണ്ട്, കീവേഡ്സിൽ നമ്മൾ ആഡ് ചെയ്യും. പോലീസ്, പിന്നെ എന്താ BCP, ബാംഗ്ലൂർ സിറ്റി പോലീസ്, BCP, പിന്നെ എന്താ പറയുക മർഡർ, ഫൈറ്റ്, സ്റ്റംപീഡ്, അങ്ങനെ എന്താ പറയുക അഫ്ര, അങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഒരു നാട്ടിൽ ആക്സിഡൻറ്റ് കീവേഡ് നമ്മൾ സെറ്റ് ചെയ്തിടും. അപ്പോൾ ഒരാളിപ്പോൾ ഒരു ട്വീറ്റ് ഇട്ട് ആക്സിഡൻറ്റ് ഇൻ ദിസ് പ്ലേസ്, അപ്പോൾ ആ ട്വീറ്റിൻ്റെ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും ഈ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലേർട്ട് വയ്ക്കും. ആ അലേർട്ട് നേരെ എന്താ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യും പോലീസിന്. അപ്പോൾ ഒരാൾ ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, ഇതെന്ത് ആക്സിഡൻറ്റ്, എന്താണ് ഇപ്പോൾ അയാൾ ആക്സിഡൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ സാധനം നമുക്ക് കിട്ടിയല്ലോ. സത്യം പറഞ്ഞാൽ സൊസൈറ്റിക്ക് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഇയാളിങ്ങനെ ചെയ്യുന്നുണ്ട് BCP ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ഈ എലൺ മസ്ക് എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഒഴിവാക്കി, ഒരാക്സസും ഇല്ല. സാധനം ഫസ്റ്റ് തന്നെ അത് ഒഴിവാക്കി. അതായത് ഇവരുടെ റിസോഴ്സല്ലേ പോണത്. നമ്മളിപ്പോൾ ഒരു ട്വിറ്ററിൻ്റെ എന്താ റിസോഴ്സാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്ത പരിപാടിയാണ് ഈ API എന്താ ഡിസ്കാർഡ് ചെയ്യുക. ഇയാൾ സീനാക്കി ട്വിറ്ററിന് ആർക്കും എടുക്കാൻ പറ്റില്ല. ഇല്ലല്ല, അത് ഇനിയിപ്പോൾ പുതിയ വേർഷൻ വന്നിട്ടൊക്കെ അറിയില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഇയാൾ ഇതാക്കി കളഞ്ഞ്. അത് കൂടാതെ നമുക്ക് വെബ് ക്രോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഇപ്പോൾ ഈ AI ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് AI എന്ന് പറഞ്ഞാൽ ഡാറ്റ എവിടെ നിന്നൊക്കെ കിട്ടുന്നൊരു ഐഡിയ അല്ലല്ലോ. അതായത് ഒക്കെ ഓരോ സൈറ്റിൽ നിന്ന് എടുക്കണതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ OpenAIക്ക് ഒരു കേസ് വന്ന് എല്ലായിടത്തുനിന്നും കോപ്പിറൈറ്റ് അല്ലേ, ആലോചിച്ചോക്ക്. ഇപ്പോൾ ഇതിന് കൊടുക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെ ഡാറ്റയാണ്.
അപ്പോൾ എല്ലായിടത്തു നിന്നും കോപ്പിറൈറ്റ് ഇത് വന്ന് ലോ സ്യൂട്ട് വന്നു ഇവർക്ക്. അത് എന്തൊക്കെയോ ചെയ്തവരൊക്കെ എന്തൊക്കെയോ കാട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ ട്വിറ്റർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ട്വിറ്റർ കയറിയിട്ട് ഈ ഓപ്പൺ എയ്ക്കും അങ്ങനെയുള്ള എഐക്കൊന്നും ഡാറ്റ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കണക്ഷനും കൂടെ അങ്ങോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും? കഴിഞ്ഞില്ല കഥ അല്ലേ? അതേപോലെ ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. അപ്പോൾ ആ ഡാറ്റ ഒക്കെ പോയോണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ സീനാവാൻ പോണത് ഫ്യൂച്ചർ വേൾഡിൽ സീനാവാൻ പോണത് ഡാറ്റയാവും. എത്ര സീനാവാൻ പോകുന്നത്? അത് ഭയങ്കര ഇഷ്യൂ ആവും. നമ്മളെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുക ഒരാൾക്ക് ആൾക്കാർ ഈ സൂപ്പർ ഹീറോ മൂവീസ് ഒന്നും ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. ഏതാ സൂപ്പർ ഹീറോ മൂവീസേ ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. പവർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി. എല്ലാരും അങ്ങനെ ചിന്തിക്കണില്ല, എല്ലാരും അതിനൊരു വില കൊടുക്കണില്ല. ഒരു നമ്മളുടെ വെറുതെ സ്വപ്ന യൂട്ടോപ്പിയാണ് തോന്നുന്നുണ്ട്. അതെ, നമുക്ക് പവർ കിട്ടി വെക്കണം, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. പവർ കറപ്റ്റ്സ് അപ്പോക്കലിപ്സ് അല്ല, യൂട്ടോപ്പിയാണ് പവർ. ഇപ്പോൾ നമ്മൾ മറ്റേ നമ്പർ എഴുതിയില്ലല്ലോ, സമ്മാന പദ്ധതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എന്ത് തട്ടിപ്പോ, അങ്ങനെ ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ. എങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സമ്മാനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡാറ്റയാണത്. എന്നോട് ഇവിടെ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഹോട്ടലിൽ പോകുമ്പോൾ അവര് നിങ്ങളുടെ ഫോൺ നമ്പറും തരൂ, ഞങ്ങൾക്ക് ബില്ലടിക്കാനാണ് അറിയാം. അപ്പം ഞാൻ ആദ്യമൊക്കെ എന്തിനാ ഫോൺ നമ്പർ ഇപ്പം എന്തിനാ നമ്മളെ ഫോൺ നമ്പർ ഇപ്പോൾ അവർക്ക് ബില്ലടിക്കാൻ? ഇപ്പൊ ഫണ്ട് ഫോണില്ലാത്ത സമയത്ത് നമ്മൾ ബില്ലടിച്ചു മുന്നേ തന്നെ നേരെ കൊടുക്കല്ലോ. അവരല്ല എന്തെങ്കിലും ബില്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവ അല്ല പ്രശ്നമില്ല, ഞാൻ പൈസ തന്നിട്ടേ പോകുള്ളൂ, വിളിക്കൊന്നും വേണ്ട, നമ്പർ തരില്ല, തന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ. എന്തിനാ കൊടുക്കുന്നത്? എന്തിനാ എല്ലായിടത്തും ഫോൺ നമ്പർ വാങ്ങുന്നവര്? കൊടുക്കാൻ പാടില്ല. ഡാറ്റ തന്നെ എല്ലാവരും എടുക്കുന്നത്. നല്ല ഡാറ്റ അല്ലേ അവർക്ക് കിട്ടണത്, മെയിൻ ഡാറ്റ. ഒരാളെ എൻ പോയിന്റാണത്. നമ്മളിപ്പോൾ ഒരു ടെക്നിക്കലി തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ എൻ പോയിന്റാണ് നമ്പർ. അയാളിൽ എങ്ങനെ അത്രയും സ്പീഡിൽ എത്താൻ വേറൊരു മാർഗമല്ലല്ലോ ഫോൺ നമ്പറിന്റെ അത്ര ടപ്പെന്ന് പറഞ്ഞിട്ട് ആളെടുത്ത് എത്താം. എന്തോരോ ആഡ്സും മറ്റേ എന്തോ വരുന്ന അറിയോ, ലൈക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, ജംഗിളി റമ്മി നിങ്ങൾക്ക് ഇത്ര പൈസ അടിച്ചു, വേഗം ജോയിൻ ചെയ്യേ, ഇത്ര പൈസ വേഗം ഇതിപ്പോൾ കയറി ഇത്ര ഉപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. അതാണ്. പിന്നെ സെക്യൂരിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബ്ലോക്ക് ആഡാന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് VPN ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഫ്രീയും ഉണ്ട്, പെയ്ഡ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഫ്രീയിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ ഈ ട്രാഫിക് മൊത്തം VPN ആണല്ലോ, ഓരോ സെർവർ കൂടെയും ഡാറ്റ മൊത്തം പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം എടുക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ API കോൾ പറഞ്ഞില്ലേ, കുറേ സംഭവങ്ങൾ, കുറേ API കോൾ നടക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ കൂടെ കുറേ ആഡിൻ്റെ കോള് പോകുന്നുണ്ട്. ട്രാക്കേഴ്സ് എന്ന് പറയും. ട്രാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരാളെ യൂസ് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ എത്ര നേരം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വേറെ എന്തൊക്കെ ആപ്ലിക്കേഷൻ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ഡാറ്റയും നമ്മളെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആരത്തൊക്കെ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഡാറ്റയും പോകുന്നുണ്ട്. ഈ ചിന്തിക്കുന്നത് വരുന്നോ? എങ്ങനെ ഇതാണ് ആരൊക്കെ എന്നോട് പറഞ്ഞു, ചിന്തിച്ച സാധനം ആഡ് വരുന്നതോ? അതിപ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണോ സംഭവം? ഫോണിന് നമ്മളറിയാലോ, അതാണ് എനിക്ക് അങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ ഒരാളിപ്പോൾ ചിലവഴിക്കണത് ഫോണിലാവും. അതായത് ഫോൺ കോള്, നമ്മൾ ചാറ്റ് ചെയ്യണത്, നമ്മൾ സംസാരിക്കണത്, നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സാധനവും ഫോണ്. അപ്പം അതിന് ചിന്തിച്ചൂടെ? സത്യം, ചിന്തിച്ച് കണ്ടെത്തിക്കൂടെ? എന്ത് ചിന്ത ഇരിക്കുന്നുണ്ടാവും. അതൊക്കെയാണ് ഫോണിനറിഞ്ഞ പോലെ വേറെ ആർക്കെങ്കിലും നമ്മൾ അറിയുമെന്നുള്ളതാണ്. ഒരിക്കലും നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ശരിയാ. നമ്മൾ നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടുക. ഞാനിപ്പോൾ ചെയ്യലൊന്നുമില്ല, പക്ഷെ അതൊരു നല്ല കാര്യമാണ് ഓഫാക്കിയിടുന്നത്. നെറ്റ് ഓഫാക്കി ഇടല്ലേ? കുറേ കോള് പോയിട്ടുണ്ട്. അതായത് ഈ കോളല്ല, API കോൾ എന്ന് പറയില്ലേ. ഇപ്പോൾ എന്താ ഉണ്ടാവണ്, എവിടെയാണ് ലൊക്കേഷൻ, അങ്ങനെയുള്ള സാധനമൊക്കെ പോയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷനിലേക്ക് മാത്രമല്ല, പല ആപ്ലിക്കേഷനിലേക്കും. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോലും യൂസ് ചെയ്യാത്ത ഒരാൾ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒരു ഒറ്റ API കോളെങ്കിലും അവിടെ നടക്കുന്നുണ്ടാവും തന്നെ. ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ അത് എന്നാലും ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യാത്ത ടൈമിൽ തന്നെ ആ ബ്ലോക്കാർഡ് പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച്
എന്ത് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലേക്കുള്ള ഒരു കോള് പോകുന്നുണ്ട് അവിടുന്ന് ട്രാക്കേഴ്സ്. ഇപ്പോഴത്തെ ഏതൊരു ടീം ഇതേമാതിരി അവരുടെ ഫോൺ സർവൈലൻസിൽ വെച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് അതിനോട് ഇതേമാതിരി വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നല്ലൊരു സ്കീമാട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക ഏതൊക്കെയാണ് നമ്മളെ? അത് ഈ ആപ്ലിക്കേഷൻ ഞാനതിന് പ്രൊമോഷൻ കൊടുക്കുന്നല്ല, പക്ഷെ നല്ലൊരു ആപ്ലിക്കേഷൻ. ചിലപ്പോൾ നമ്മളെ ഇതിലില്ലാത്ത മുന്നേ ചെയ്ത ആപ്പുകൾ നമ്മൾ ഒഴിവാക്കിയ ആപ്പാണെങ്കിലും ചിലപ്പോൾ ഫോണിനായിട്ടും ചെയ്യുന്നുണ്ടാവും അല്ലേ? അതാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് സംഭവങ്ങൾ പോയോണ്ടിരിക്കണത്. നമ്മളെ വോയിസ് ഒക്കെ ചിലപ്പോൾ പോയോണ്ടിരിക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ഒരു ഭാഗത്തിരുന്നിട്ട് നമ്മളവിടെ അത്ര സീൻ ഉണ്ടാവില്ല, പക്ഷെ ചൈന നമ്മളത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതാണ്. നമ്മൾ സാധാ ആവറേജ് മെന്നല്ലേ, ആവറേജ് മെന്നിന് എന്താണ്? പക്ഷെ കുറേ ആവറേജ് മെന്നുകളുടെ ചിന്ത എന്താണെന്ന് അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ പുഷ് ചെയ്യല്ലേ, എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്താൻ കുറെ പവർ വരികയാണല്ലേ കുറേ ആൾക്കാരെ സൈക്കോളജിക്കലി കീവേഡ് വെച്ചിട്ട് പിടിക്കുക. നമ്മളെന്താ പറയണത് എല്ലാ കാര്യങ്ങളും അതിന് മനസ്സിലാവുമല്ലോ. അൽഗോരിതം ഉണ്ടല്ലോ. കാലം പോയോണ്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു സീനിലേക്കാണ്. പക്ഷെ ഗെയിമിങ് വേൾഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിലൊക്കെ വരുന്ന അഡ്വാൻസ്മെന്റ് കണ്ടിട്ട് ഇപ്പോൾ അതിലേക്കാണോ പഠനം നടക്കുന്നതും ആൾക്കാർ കൂടുതൽ പോണതും? ചോദിക്കുക ആണോ എന്താണ് ഇപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ? അത് എഞ്ചിനീയറിംഗും ഇതൊക്കെ ഏകദേശം ബാക്കിലേക്ക് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ന്യൂ ബസ്? അതെ, ഇപ്പോൾ നമ്മളൊരു മനുഷ്യനായിട്ട് ഇപ്പോൾ ഒരു സാധനം, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എഐൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ടൂൾ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കണ കാര്യം. നമ്മൾ ഇത്രയും കാലം പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അതിന് ഒറ്റയടിക്ക് അതിൻ്റെ കയ്യിലുള്ളത്. ഫുൾ ഇൻഫർമേഷൻ കേട്ടി, അതായത് നമ്മളെ അങ്ങ് ഉറുമ്പ് തൊട്ടിട്ട് മണൽ തൊട്ടിട്ട് എല്ലാത്തിനെ പറ്റിയിട്ടും നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ നോക്കി അത് ഇത് ചെയ്ത് എടുത്ത് നമ്മളെ ഫുൾ ഇൻഫർമേഷൻ ഡാറ്റകൾ അതിൻ്റെ കയ്യിലുണ്ട്. ഒറ്റ കൊടുക്കല്ലേ കൊടുക്കൽ. നമ്മളെ ഹ്യൂമൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പഴയ ജനറേഷനിലെ ആൾക്കാർ ഏറ്റവും ചെയ്തിട്ടുള്ള നല്ല കാര്യമാണ് കേട്ടി, നോളജ് ട്രാൻസ്ഫർ. അതായത് ആദിമ മനുഷ്യർ മുതൽ ഈ കേട്ടി കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതായത് ഇത് ഇങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നത് ഒക്കെ ഓരോ ആൾക്കാരെ, അതായത് ഇപ്പോഴും പണ്ടത്തെ ആൾക്കാരെ ഒരു വേറെ ജന്തുക്കളൊന്നും എത്താത്ത അത് പണ്ടത്തെ ഒരാളെ ഒരു കയ്യ് നമ്മളിപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യത്തിലുണ്ട്. എത്ര ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ആ പണ്ടത്തെ ഒരാളെ അത്രയും ചെറിയൊരു ബുദ്ധി, കുറച്ച് ബുദ്ധി അല്ല വലിയ വലിയ ബുദ്ധിയായി മാറി അല്ലേ? എല്ലാം അങ്ങനെ അതെ അതെ നോളേജ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഒരു മനുഷ്യനും. സത്യം. അപ്പം പറഞ്ഞിട്ട് എന്നാ ചിലപ്പോൾ അതായിരിക്കും ഹ്യൂമൻ റേസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ചിലപ്പോൾ ദൗത്യം അതായിരിക്കും, അടുത്ത സെൻറ്റിയൻ ബീയിങ്ങിനെ ലൈഫ് കൊടുത്തിട്ട് അതിനങ്ങോട്ട് വിട്ടുക. മോനെ വിടൂലാണ്ട് വരും. അതാണ് ഇപ്പോൾ ഒരു ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ എഐക്ക് ചിലപ്പോൾ എന്താണ് നോളജ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ എഐക്ക് ചിലപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വാസ്റ്റ് യൂണിവേഴ്സിൻ്റെ അതിനെങ്ങനെ ഒരു എർത്തിൽ അതിനെ കെട്ടിയിട്ടില്ലേ സൊല്യൂഷൻ പോവായിരിക്കും. അതിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര സാധനങ്ങൾ വെച്ചിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാനാണ് അപ്പോൾ അത്ര പണി. പിന്നെ അതിങ്ങോട്ട് പുറത്തേക്ക് പോയി എനിക്ക് അങ്ങനെ തോന്നുന്നത് നമ്മളങ്ങോട്ട് നമ്മൾ മനുഷ്യനെ കാണാണ് തോന്നുന്നുണ്ട്. മനുഷ്യനെ അതിലൊക്കെ മനുഷ്യനായിട്ട് മനുഷ്യൻ ഇപ്പോൾ ഏലിയൻ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടോ? ഏലിയൻ മൂവീസിലൊക്കെ വന്നിട്ട് ഫസ്റ്റ് തന്നെ എങ്ങനെ വെച്ചാൽ വന്നിട്ട് കീഴടക്കുക. നമ്മളിവിടുത്തെ എർത്തിലുള്ള ഒരു സ്പീഷിയുടെ അതേ സ്വഭാവമാണ് എല്ലാത്തിലും പുറത്തുള്ളതിനുണ്ടാവുക എന്നുള്ള ഒരു വിചാര മനുഷ്യനുള്ള. നമ്മളതേപോലെ വന്നിട്ട് കീഴടക്ക കൊല്ലുക. എന്തുകൊണ്ട് സമാധാന ചർച്ചകൾ നടന്നുകൂടാന്നുള്ളതാണ്. ഡിപ്ലോമസി. അതിനെ പറ്റിയുള്ള ഒരു പടം ഉണ്ടല്ലോ, അറൈവൽ എന്ന് പറഞ്ഞിട്ട്. അതെ ഉണ്ടല്ലേ, അത് മാത്രമാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വന്ന് ആകെ ഇടിച്ച് നമ്മളെ വെള്ളം കൊണ്ടുപോവുക. എനിക്ക് മനസ്സിലാക്കി നമ്മൾക്ക് സമാധാനം തരുന്നില്ല. ഏലിയൻസ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെയായിട്ട് സുഖമല്ലേ, അതൊന്നുമില്ല. വേഗം വരിക, ഞങ്ങളെ വെള്ളം ഞങ്ങൾക്ക് വേണം, മരം വേണം. അറൈവലാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പടാട്ട്. സത്യം, നല്ല ബ്യൂട്ടിഫുൾ പടാ. ഫ്രെയിംസും അതെ എല്ലാം കൊണ്ടും മ്യൂസിക്കും എന്ത് രസമുണ്ടാവും. എന്തൊക്കെയോ കിട്ടിയെന്നല്ലേ ഓസ്കാർ, എന്തൊക്കെയോ സാധനത്തിന് കിട്ടിയെന്നു. അതിന് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്നതാണ് ആ ഭാഷ കണ്ടുപിടിക്കണത്. പിന്നെ അതിൽ നോക്കി ഈ ഏലിയൻസ് അതല്ലേ നടക്കുന്നത്.
ഒരു ഇൻവേഷനൊന്നും അല്ലല്ലോ. അത് എന്താ പറയാ, ഒരു എന്താ പേര് കറക്റ്റ് വേർഡ്, റാൻഡോസ് അല്ല, അവിടെ റാംപേജോ അതല്ല, അറിവല് നടക്കുന്നത് ഒരു ഇൻട്രാക്ഷൻ, എന്താ പറയാ, അല്ല ഇൻട്രാക്ഷൻ എന്ന് പറയാ, കണ്ടുമുട്ടൽ, കണക്ഷൻ എന്ന് പറയാ. രണ്ട് സ്പീഷികളല്ലേ, രണ്ട് ഇതല്ലേ, രണ്ട് എന്താ പറയാ, രണ്ട് എർത്ത് പോലെ രണ്ട് പ്ലാനറ്റ്സ് അല്ലേ, വേറെ പ്ലാനറ്റ് എന്നല്ലേ വരുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കണ്ട നമുക്ക് ഏത് പ്ലാനറ്റ് പോലും അതൊന്നും നടക്കില്ല. അത് അവിടെ നമ്മളെ ഗ്രാവിറ്റിയും ഈ പ്രഷറും എല്ലാം കാരണമാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ രണ്ട് കണ്ണും മൂക്കും വായൊക്കെ ആയിട്ട് ഇങ്ങനെ മനുഷ്യനായിട്ട് ഈ ഒരു രൂപം. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാലത്ത് ഇവല്യൂഷൻ കാരണം അത് വേറെ തന്നെ ഒരു ലുക്കാവും. അതെ അതെ, ഒരിക്കലും കയ്യും കാലൊന്നും ആവില്ല അതിന് മെയിനായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഡിപ്പെൻസ് ആവും, നന്നായി ഡിപ്പെൻസ് ആവും ആ ഒരു ചുറ്റുപാട്. പക്ഷെ ഇപ്പൊ അടുത്ത് ഇവിടെ കണ്ടുപിടിച്ച മെക്സിക്കോയിൽ കണ്ടുപിടിച്ച ഏലിയൻസ് ആകെ പട്ടിണി കിടന്ന മാതിരിയാ തോന്നുന്നത് അല്ലേ. അതിനൊക്കെ ആരും ഫുഡൊന്നും കൊടുക്കുന്നില്ല. ചെറുതായി കഴിഞ്ഞാലൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി അല്ലേ. പക്ഷെ അത് പറയുന്നുണ്ട്, അയാൾ ഒറിജിനലൊക്കെ പറയുന്നുണ്ട്. അയാൾ മാത്രമല്ല, അതിൻ്റെ എന്തൊക്കെയോ ടെസ്റ്റിലൊക്കെ പറയുന്നത് ഒറിജിനലാണ്. അപ്പൊ പിന്നെന്താ ഒന്നും കേൾക്കാത്ത, എനിക്കറിയില്ല. അതിന്റെ 3 ബോഡിയും കണ്ടാണുള്ളത്. അതിലൊരു ബോഡി പ്രഗ്നന്റ് ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ സീനും കേൾക്കുന്നുണ്ട്. എന്നേ അറിയില്ല. എന്തൊക്കെയാണെന്നാണ് ആൻറ്റി ഗ്രാവിറ്റി മെറ്റീരിയൽസ് ഒക്കെ ആണല്ലോ. ഗ്രാവിറ്റി എടുക്കാൻ പറ്റുന്ന ഗ്രാവിറ്റി എന്താ പറയുക, എനർജി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണല്ലോ അതിൻ്റെ ഇതിലൊക്കെ ഷിപ്പിലൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. കോൺസ്പിറസിയാണ് ഗൈസ്, കോൺസ്പിറസി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസ്പിറസിയാണ്, എന്തൊക്കെയുണ്ട്. അതിന് ഇഷ്ടപ്പെട്ട കോൺസ്പിറസി ഏതാണ്? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ 9/11 ഏകദേശം പ്രൂവൺ ആണല്ലോ അല്ലേ, ഇൻസൈഡ് ജോബ് ആണെന്നുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലായില്ല, ബിൽഡിംഗ് വീഴുന്നു. ലാസ്റ്റത്തെ ബിൽഡിംഗ് വീഴുന്നിടത്താണ് അത് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് അല്ലേ. ലാസ്റ്റ് ഇപ്പൊ 2 ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുകയാണ്. 2 ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുമ്പോൾ എത്ര ബിൽഡിംഗാണ് നിൽക്കുന്നത്? 2 പിന്നെ അതിന്റെ മറ്റേ ബിൽഡിംഗ് ചെറുതല്ലേ, ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ 2 കൂടെ. ചെറുതുണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു ബിൽഡിംഗ് ഒറ്റക്ക് വീഴുന്ന കണ്ടിട്ടുണ്ട്. നേരെ അടിക്കേണ്ട പോണതല്ല, അതിന് ഫ്ലൈറ്റ് ഒന്നും ഇടിക്കാതെ വീഴുന്നുണ്ട്. കണ്ടിട്ടില്ല മോനെ. അതൊന്ന് പോസൊക്കെയാ. അതായത് ഇതിപ്പോൾ ഫ്ലൈറ്റ് ഇതിൻ്റെ മേലല്ലേ ഇടിക്കുന്നത്. ഞാൻ അതിൻ്റെ ഫിസിക്സാണ് ആലോചിക്കുന്നത്. ഫ്ലൈറ്റ് ഇവിടെ മേലെ വന്ന് ഇടിച്ചു, 2 ഫ്ലൈറ്റ്. അത് അവിടെ നിന്ന് പൊട്ടി വീണു, ഈ ബിൽഡിങ്ങും വീണു വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ബിൽഡിങ്ങും വീഴുണ്ടല്ലേ ഒരു. അപ്പോൾ ഫൗണ്ടേഷൻ ഇടിക്കാതെ എങ്ങനെ അത് നേരെയുള്ള ബിൽഡിങ് അതങ്ങനെ വീഴുക? അതാണ് ഒരു ബിൽഡിങ് പൊളിയണ പോലെയാണ്, നമ്മൾ പൊളിക്കണ പോലെയാണ് അത് വീണത്. അങ്ങനല്ലേ പൊളിക്കണത് വീഡിയോയാ? അത് അല്ലല്ല, ഈ ബിൽഡിങ് വേറെ ബിൽഡിങ്ങാ? അത് നോക്കട്ടെ, വേറെ ബിൽഡിങ്ങാണ്. അതാണ് 1945. എന്തടിച്ചാലും ഒരു വീഡിയോ ഉണ്ടല്ലോ. അതെ, ഏത് എന്തടിച്ചാലും ഉണ്ട് അല്ലേ. ബിൽഡിംഗ് നമ്പർ 9/11 എന്താണ് എനിക്ക് ഓർമ്മ ഉണ്ടോ? കുട്ടിയായിരുന്നെന്ന് ഹെവി സീനായിരുന്നു. നല്ല ഓർമ്മ ഉണ്ട് സംഭവം, പേപ്പറിലൊക്കെ കണ്ടൊക്കെ. ഇതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങേ, അതിൽ ആ ഫ്ലൈറ്റ് ഇടിക്കാത്തൊരു ബിൽഡിങ് അത് അങ്ങനെ വീഴുന്നുണ്ട്. ബിൽഡിംഗ് നമ്പർ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഒക്കെ എന്തോ പറയും. ഇതൊക്കെ എന്ത് പ്ലാൻഡാവും, പ്ലാനിങ്ങേ, ആ ഒരു പ്ലാനിങ്ങാണ് ഞാൻ പറയണത്. അയ്യോ അവര് ഇപ്പം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമല്ലേ, അവരെ ചില ഇതൊക്കെ കേട്ടാൽ നമ്മൾ അന്തപ്പെടും. അവരൊക്കെ അവരവരുടെ ആ ഒരു ഇത് അവർ
അവർ ചെയ്യുന്ന എല്ലാ അട്രോസിറ്റീസും അവർ ജസ്റ്റിഫൈ ചെയ്യും. നമുക്ക് മനസ്സിലായി എനിക്ക്. അത് ശരി, വി ആർ ദ ഗുഡ് ഗൈസ് എന്നുള്ള ലെവലിലാണ് അവർ എല്ലായിടത്തും പോയിട്ട് പണിയെടുക്കുക. കാണുന്നില്ല, നമുക്ക് പിന്നെ ഒരു റിസോർട്ട്. സോറി ഗൈസ്, കാണുന്നില്ല അത്. അതൊരു ഭയങ്കര കോൺസ്പിറസിയാണ് സംഭവം അല്ലേ? അതെ, അതാണ് എന്താണ് ബിൽഡിംഗ് നമ്പർ 7 എന്തോ ആണ്. അതൊക്കെ എനിക്ക് കാണിച്ചതായിട്ടൊരു ഇടങ്ങാറ്. 9/11 ബിൽഡിംഗ് നമ്പർ 9/11 ബിൽഡിംഗ് നമ്പർ 7. ഇതാവും അല്ലേ? അതന്നെ ഇത്രയും വലിയ ബിൽഡിംഗ് വീടോ? National Institute of Standards and Technology, or NIST. World Trade Center 7 collapsed because of fires. We really have a new kind of progressive collapse that we have discovered here, which is a fire-induced progressive collapse. And in fact, we have shown for the lead first time investigator. that fire can induce a progressive ലീഡ് ഇൻവെസ്റ്റിഗേറ്ററാ. NIST used detailed data describing the building and its contents to create the most complex computer simulation of a structure collapse ever made. Falling debris from Tower 1 started fires on 10 floors in Building 7. A break in the city water main from the collapse of the towers disabled sprinklers in the lower half of WTC 7, allowing fires on those floors to burn for 7 hours. The NIST computer model was validated with evidence from videos, photos, അത് വീഴുന്ന വീഡിയോ ഉണ്ട് സാർ. codes when it was built. To ensure that buildings do not collapse in ഇങ്ങനെ തീയൊക്കെ കത്തിയിട്ടൊരു ബിൽഡിംഗ്. അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണത്. അതെന്താ വെച്ചാൽ ആ ബിൽഡിംഗ് നോക്കി അങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ ശരിക്കും ഒന്നും കുത്തിയിട്ടില്ല. അത് മനസ്സിലാക്കി വൃത്തിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ വേണ്ടോ? അവര് ഭയങ്കര എന്താണ് സീനാണ് ശരിക്കും. അമേരിക്കയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ എന്താ പറയുക ഗവൺമെൻറ്റിനെ ഭയങ്കര സീനാക്കും. അവരവരുടെ പ്രസിഡന്റിനെ തന്നെ അത് ഇതുവരെ പുറത്തു വന്നിട്ട് JFK കൊന്നിട്ടില്ലേ? പിന്നെ അവര് ആ രാജ്യത്തുവരെ ഒരു യുദ്ധം ചെയ്യാത്ത സമയം ഉണ്ടായിട്ടില്ല. എപ്പോഴും യുദ്ധത്തിനാണല്ലോ പണ്ട് തൊട്ടിട്ട്. എല്ലാത്തിലും തലയിടും അല്ലേ? അവർക്ക് യുദ്ധം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേജറായിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ വെപ്പൺസ് വിറ്റിട്ടുള്ള പൈസയാണ്. വെപ്പൺ ടെക്നോളജി മെയിനായിട്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ യുദ്ധം നടക്കണം. പിന്നെ റിപ്പയർമെൻ്റ് ഇല്ലേ, യുദ്ധം നടന്ന സ്ഥലത്ത് റിപ്പയർ ചെയ്ത് കൊടുക്കവരാണ്. അതിൻ്റെയൊക്കെ ലാഭം പറ്റുന്നവരാണ് അവിടുത്തെ ഈ പൊളിറ്റീഷ്യൻസും വരൊക്കെ. 10% ഞങ്ങൾക്ക് തരുമോ? കാരണം അമേരിക്കയിലെ സാധാരണക്കാർ ഗവൺമെൻറ് ഫണ്ട് ചെയ്ത പൈസ അല്ലേ അതിന് കൊടുക്കുക. അപ്പോൾ അതിന് പറഞ്ഞാൽ ബില്യൺസിൻ്റെ കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ടെൻഡറൊക്കെ എടുക്കണ പോലെ $1 ബില്യണൊക്കെ മറിയും. അപ്പോൾ അവർക്ക് യുദ്ധം ചെയ്താലേ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ അവരുടെ മണി ലോണ്ടറിങ്ങും അവരുടെ എല്ലാ കാര്യം യുദ്ധം ഉണ്ടാവണം, എന്നാലും അവരുടെ എക്കണോമി ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ എപ്പോഴും യുദ്ധം ചെയ്തോണ്ട് പൊളിക്കാനും പൈസ നന്നാക്കാനും അതാണ് നന്നാക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി പൊളിക്കണം. ലൂപ്പ് അല്ലേ? ഏതൊക്കെ അമേരിക്കയിൽ ഇറാഖിൽ 20 കൊല്ലം നിന്നിട്ട് പറഞ്ഞു ഇവിടെ വെപ്പണൊന്നുമില്ല. ഞങ്ങൾ എല്ലായിടത്തും നോക്കി വെപ്പണൊന്നുമില്ല. നമ്മള് എന്തായില്ലേ എന്തായിരുന്നു അത്? കോൺസ്പിറസി പറ. കോൺസ്പിറസീസ് പിന്നെന്താ മറ്റേ ഏരിയ 51 ഇല്ലേ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. വേറെ സീനാട്ടോ അത്. അവിടെ ഏലിയൻ്റെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അവിടെ. ഒരു മറയും പറഞ്ഞല്ലോ എന്താ ഒക്കെ ഉണ്ട്. എല്ലാ കാര്യമാണ്. ഒരു വിസിൽ ബ്ലോവർ ഇപ്പോഴത്തെ വന്നത് ഒരു കൂളായിട്ട് എല്ലാ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് എല്ലാം പറഞ്ഞു. എനിക്ക് അവിടെ എൻ്റെ ഒരു വലിയ ഡൗട്ട് എന്താ വരുന്നത്, ഇപ്പോൾ എഡ്വേർഡ് സ്നോഡൻ ഒരു വിസിൽ ബ്ലോവർ ആണല്ലോ. എഡ്വേർഡ് സ്നോഡൻ സ്നോഡനടാ മറ്റേ അമേരിക്കയിലെ മറ്റേ പെഗാസസ് വെച്ചിട്ട് അമേരിക്ക സ്പൈ ചെയ്യുന്നുണ്ടെന്ന് ഔട്ട് ചെയ്തിട്ട്. അല്ല, അത് സ്നോഡൻ റഷ്യയിലാണ്. സ്നോഡൻ ഇപ്പോഴും അമേരിക്ക ഈ വന്ന കൊന്നുകളെ മനസ്സിലായി എനിക്ക്. വിസിൽ ബ്ലോ. അപ്പോൾ ഇയാൾ വന്നു ഞാൻ പ്രശ്നമൊന്നുമില്ല ഏലിയൻസ് അങ്ങോട്ട്
അത് വരുമ്പോൾ ഡൗട്ടാണ്. കാരണം അയാൾക്ക് ത്രെട്ടൊന്നുമില്ലേ, അത്ര വലിയ നാഷണൽ സെക്യൂരിറ്റി ന്യൂസ് ആണെങ്കിൽ അയാൾക്ക് അവിടെ എന്താണ് ഫ്രീ ആയിട്ട് വിളിച്ച് പറയാൻ പറ്റുമോ? ഇവർ ഈ പറയണ കണ്ട് വിഴുങ്ങിയിട്ട് നമ്മളിങ്ങനെ മൊയന്തടിച്ച് നിൽക്കല്ലേ. നമ്മൾ ശരിക്കും അങ്ങനെ തന്നെ നോക്കണം. അതെ, അതൊക്കെ ശരിയാണ്. ഒരു ശരിക്കും ആ ഇത് പുകമറ കാണിക്കുന്നുണ്ടല്ലോ. ഒരു ഫസ്റ്റ് വന്ന് കണ്ടു ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഏലിയൻസ് ഉണ്ട് കേട്ടോ, എല്ലാവരും കിട്ടും നോക്കി ഏലിയൻസ് ഐഡിയ മനസ്സിലാക്കിയാലേ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനൊക്കെ കയറി ഈ കളി കളിക്കേ. അതാണ്. പക്ഷേ ഏരിയ 51 അവരുടെ മറ്റേ ഇതില്ലേ, എന്താണ് ബോബ് ലസാർ എന്ന് പറഞ്ഞിട്ടൊരാളത് ഇത് കേട്ടോ. ഈ ബോബ് ലസാർ അവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ഇതുണ്ട്. അയാൾ പറയുന്നത് അവിടെ ഏലിയൻ ക്രാഫ്റ്റൊക്കെ ഉണ്ട് എന്നാണ്. ബോബ് ലസാർ പോഡ്കാസ്റ്റ് ഉണ്ട്, ജോറോഗലിലുണ്ട് അയാൾ. അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ. ഞാൻ ഏലിയൻ ക്രാഫ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഗ്രാവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, ഒരു എലമെൻ്റ് എടുത്തിട്ടാണ് അതിങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട്. ഏതാണ് എലമെൻറ്റ് 118 അങ്ങനെ തോന്നുന്നു. പുതിയ വേറെ തന്നെ എലമെന്റ് ആവൂലേ? ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള, നമുക്കറിയാത്ത എത്ര എലമെന്റ് ഉണ്ടാവല്ലേ ലോകത്ത്. നമ്മുടെ ഈ ഒരു നമുക്കറിയണത് എത്ര 230 എത്ര നമ്മളെ പീരിയോഡിക് ടേബിൾ ഇല്ലേ? പീരിയോഡിക് ടേബിളിലെ പണ്ട് പൈതഗോറസ് പഠിച്ചപ്പോൾ ചോദിച്ചിരുന്നു, എന്താ പൈതഗോറസിന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മളെപ്പോഴും അല്ല എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് ഇല്ലല്ലോ. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്യണ്ട എന്ത് ഇപ്പൊ ഫോണിന്റെ ഇപ്പൊ ടെക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിയോമെട്രി എന്താ കുറെ ആപ്പ് ഉണ്ടല്ലോ. എന്ത് നമ്മളെ ഇപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്ര അളക്കാനുള്ള ആപ്പൊക്കെ ഉണ്ട്. ഒരു യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് യൂസ് ചെയ്യണം അല്ലേ? നമ്മളെ ഇതിലെന്താ വെച്ചാൽ ഫോൺ ഉണ്ടായപ്പോൾ നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒരു നമുക്ക് അങ്ങനെ ഒരു എവല്യൂഷനും സംഭവിച്ചിട്ടില്ല. സോറി, പെട്ടെന്നൊരു എവല്യൂഷനൊക്കെ സംഭവിച്ചിട്ട് മാറ്റം വരേണ്ട ഒന്നായിട്ടില്ല. ശരിക്കും ഒരു 500 വർഷം മുന്നുള്ള ആൾക്കും ഫോൺ കിട്ടി അല്ല ഈ അറിവൊക്കെ കിട്ടിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല, വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. അന്നത്തെ അതേ മനുഷ്യൻ തന്നെയാണ്. അതെ, അത് ശരിയാ. ഇപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മളെ എന്താ പറയുക ഈ മെറ്റാ ഹ്യൂമൻ എന്നുള്ള രീതിക്ക് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ന്യൂറൽ ലിങ്ക്സ് മസ്കിൻ്റെ ഒരു സാധനം ചെയ്യുന്നു അവിടെ ഓട്ടയാക്കിയിട്ട് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന മസ്തിഷ്കത്തിൽ ഇവനെന്തോ ഇത് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. അങ്ങനെ എന്തോ സാധനത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വേറൊരു ഏതൊരു സ്റ്റുഡൻറ്റും അത് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്, ഏതൊരു IIT ആണോ ഏതറിയില്ല, ഒരു നല്ല ബുദ്ധിയൊരു ആള് ഇങ്ങനെ ഇവൻ്റെ നല്ല ബുദ്ധിയുള്ള ഒരാൾ. നല്ല ബുദ്ധിയുള്ള ഒരാൾ. അപ്പോൾ ഇവൻ്റെ തലയിൽ ഇതൊക്കെ വെച്ചിട്ട് അത് റീഡ് ചെയ്തിട്ട് അത് എത്രയോ എന്തോ ചെറിയ കാര്യമാണ്, കൂട്ടൽ കുറക്കലൊക്കെയാണ്. പക്ഷെ അത് ആൻസർ തന്നെയുണ്ടേ. ബേസ് ഇട്ട് കഴിഞ്ഞാൽ ബേസ് എന്താ പിന്നെ കാലം എന്താ അത് സ്ലീപ്പ് മോഡിൽ പോയതാണ്. അത് പ്രശ്നമില്ല, വീഡിയോ കിട്ടും, കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടക്കട്ടെ. പക്ഷെ നമ്മള് ടെക്കാണ് പറയണത്, ഫ്യൂച്ചറാ. ടെക്കിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കണത്. നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറക്കണം കേട്ടോ, ഒരു പോഡ്കാസ്റ്റ് വൈകുന്നേരം. പിന്നെ നോക്കാം. എന്തൊക്കെ വരുമ്പോൾ എനിക്ക് ഞാൻ പേടിക്കുന്നൊരു മനുഷ്യനെ ഉണ്ടായിരിക്കും. മീൻസ് എല്ലാം ഒരു ഡിഫെൻസീവായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിനും പേടിയാണ് ആദ്യം വരിക. അതുകൊണ്ടുള്ള ഇടങ്ങാറുകൾ ഇപ്പം എന്തൊക്കെയാ. അതെ, ഇപ്പം ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടേ. എന്താ ചാവട്ടെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഏഴക്ക് കറക്റ്റ് എത്തിക്സ് കൊടുക്കുന്നില്ല എന്നിട്ടാണ് മസ്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നിരുന്നത് ആൾട്ട്മാനെ കുറിച്ചിട്ട്. കറക്റ്റ് എത്തിക്സ് അല്ല കൊടുത്തിട്ടുള്ളത്. ഒരു ചലഞ്ചിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, എന്നാൽ കാണിച്ചു തരാന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല അത്. കാരണം മനുഷ്യനെക്കാട്ടി ബുദ്ധിയുള്ളൊരു സാധനമല്ലേ. ബുദ്ധിയുള്ളൊരു സാധനമാണ്. നല്ല എന്താ പറയുക, ശ്രദ്ധിച്ചിട്ടാണ് യൂസ് ചെയ്യാനും. അപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാം. അതാണിപ്പോൾ കൈവിട്ടു പോയത്, ഒരു കോമൺ. ഇത് ശരിക്കും മര്യാദക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റിയാൽ ആർക്കും എന്തിനും ഉത്തരം കിട്ടും എന്നുള്ളതാണ് സത്യം അല്ലേ അല്ലേ? അപ്പോൾ ഈ ചാറ്റ് GPT ഇപ്പോഴത്തെ പുതിയ വെർഷൻ ഏതാ കളിക്കുന്നത്? 4 4.5 4.5. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല അല്ലേ? അത് പ്രീമിയാണ്.
തന്നെ അതിൽ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. എത്ര എത്രയൊക്കെ ഓർമ്മല്ല, മന്ത്ലി എത്രയാണ് മന്ത്ലി എത്ര നോക്ക്. എന്ത് ChatGPT എന്താണ് ഫോറിന് മന്ത്ലി നമുക്ക് റീസണബിൾ പ്രൈസ് ആണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ അല്ലേ. വൈ ദ ഹെൽ നോട്ട്. ഭയങ്കര പ്രൈസ് ആണെങ്കിൽ നോക്കണ്ട. റാമ്പേജ് കളിക്കുന്നത് പോലീസുകാരെ വെച്ചാൽ റാമ്പേജ് ഇത് നെറ്റ് കിട്ടുന്നുണ്ടല്ലോ. എന്തായാലും ഒരു 1500 ഉണ്ടാവും മിനിമം, ഉറപ്പാ. 1500 രൂപ ഡോളറോ? മിനിമം ഡോളറല്ല, രൂപ. 1500 രൂപയ്ക്ക് ChatGPT 4 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയല്ലേ എത്രയാണ് ChatGPTയുടെ? $20 per month. $20 എന്ന് പറഞ്ഞാൽ 1600 1500 അല്ലേ? 1500 റുപ്യ. ആഹാ എടാ മോനെ, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ GPT+. ആ പക്ഷെ നമ്മളിപ്പോൾ അതിന് മാത്രം യൂസ് ഉണ്ടോ? നമുക്ക് എടുത്തൊന്ന് നോക്കാലോ എങ്ങനെയുണ്ട്. ഞാൻ ഒരു മാസം എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്തിനൊക്കെ ഉത്തരങ്ങൾ. പക്ഷെ പ്രോംപ്റ്റിംഗ് ആണ്. അതെ, എൻ്റെ മെയിൻ സീനുകൾ എന്താ അറിയോ? അത് ഈ കയ്യൊന്നും ഇപ്പോൾ ഒരു AI ഫോട്ടോ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഈ കൈവിരൽ എന്താ പറയുക, കറക്റ്റ് ആവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? AI ജനറേറ്റ് ചെയ്ത എല്ലാ പിക്കിലും മെയിനായിട്ട് വരുമ്പോഴും ഒക്കെ ചിലപ്പോൾ മിസ്സാവും. ചിലപ്പോൾ 10 വിരലുണ്ടാവും ഒരു കൈ, 7 വിരല്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ മുടി, പിന്നെ എന്തൊക്കെയാ ഇപ്പോൾ നോക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഏത് ഇപ്പോൾ അതെ, ഇങ്ങനെ നടക്കൂല. അതിനൊക്കെ സാധനങ്ങൾ വരും. എനിക്കപ്പോഴേ ഇപ്പോൾ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ 2 റൂമിലൊക്കെ ഉണ്ടായിരുന്നു. അതേമാതിരി ഫസ്റ്റത്തെ എല്ലപ്പത് അതാണ് അല്ലേ? അപ്പം ഇനിയിപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഏതൊക്കെയാണ് റേഞ്ച് എന്നുള്ളതാണ് സീനാവും. എന്താ അവസ്ഥ? നമുക്ക് സെറ്റ് ചെയ്താലോ? എത്ര നേരമായി? ഓക്കെ ഗൈസ്, ദാറ്റ്സ് എ റാപ്പ്. ഒരു വൈദഹലിനോട് പറഞ്ഞേക്ക്. പാട്ട് വേണോ? പാട്ടൊന്ന് പാടണം. നിറ്റ്സ് അയ്യോ എടുത്ത പാടിയതിനാക്കി കാര്യം. നിറ്റ്സ് നമ്മളുടെ കൂട്ടത്തിലെ ഗായകനും കൂടിയാണ്. ഒരു പാട്ട് പാടാതെ എങ്ങനെ വിട്ടുക? നമ്മൾ ആകെ ടെക്കിലിരുന്ന് പോയില്ലേ? സാറല്ല അടുക്ക് ടെക്കിലായി പോയി. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യും. ഈ ടാറ്റു അടിക്കാൻ പോവാ. എന്തൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ബാക്കില്? സ്ട്രിപ്പ് ക്ലബിലൊക്കെ പോയോ? എന്തല്ലേ ബീബി, എന്ത് കളിയാണ് കളിക്കുന്നത്? എന്നാലും പേര് പറയണ്ട. ഗൈസ്, എന്താണ് നിങ്ങളിതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ GTA ഗെയിം കണ്ടിട്ടുണ്ടാവും. ഗെയിം കളിച്ചത് നമ്മളുടെ ഒറിജിനൽസ് അല്ലേ? ഒറിജിനൽസ് വേണോ? പിന്നല്ല, എൻ്റെ ഒറിജിനൽസ് വേണ്ട. ഒറിജിനൽസ് ഇപ്പോൾ ഏതായാലും ആൾക്കാർ ചീത്ത പറയും ചിലപ്പോൾ എന്നോട്. ആദ്യം മുതലേ ഇങ്ങനെ പാട്ടും പാടിയിരുന്നുള്ളായിരുന്നായിരിക്കും. അതിനുള്ള എപ്പിസോഡ് വരുന്നുണ്ട്. നമുക്കൊരു ഫുൾ സിംഗിങ് ടീമായിട്ടൊന്നും ഇരിക്കണം. നൈസല്ലേ? ഇതുണ്ടല്ലോ, ഇത് പണ്ട് ഹരിക്കുട്ടൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് എനിക്ക്. ഷൗട്ട് ഔട്ട് ടു ഹരിക്കുട്ടൻ, ശരത്ത്. ഷൗട്ട് ഔട്ട് ടു ഹരിക്കുട്ട. അപ്പോൾ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പാട്ട് ലിറിക്സൊക്കെ എഴുതും. അപ്പോൾ മൂപ്പര് എഴുതിയ ലിറിക്സാണ്. ട്രാക്കിന് പേരൊന്നുമില്ല കേട്ടോ.
അരികിൽ ഒരു നാൾ ഞാൻ വരികയായി, ഞാൻ തരികയായി നിനക്കായി എൻ ജന്മം കരുതുകയായി. ഒരിക്കലും നീ എന്നെ തിരിയില്ലെന്നോർത്തു ഞാൻ അറിയാതെങ്കിലും മോഹിച്ചു പോയി ഞാൻ. അകലരുതെന്നിൽ നിന്നും പിരിയരുതൊരിക്കലും. അത് അത്രേ ഉള്ളൂ. സാധനം മൊത്തമായിട്ടില്ല. അതിൻ്റെ മറ്റേ സാധനമുണ്ട്, മറ്റേ പാട്ട് ഏതാണ്ട് മറ്റേ തീർച്ച അനസിന്റെ ആ ആ സാധനം, ആ സാധനമുണ്ട്. അതില് കുറെ പ്രൊഫാനിറ്റി ഒക്കെ ഉണ്ട്. വൈ ദ ഹെൽ നോട്ട് ഗോ ഫോർ ഇറ്റ്. സൗണ്ടൊക്കെ ആകെ പോയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ തീർച്ച എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. പ്രശ്നമുണ്ടോ? കോപ്പിറൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ ഇത് അനസാണ് ലിറിക്സ്. കൊറോണ കാലത്ത് എഴുതിയ ലിറിക്സാണ്. എന്താ അപ്പോൾ നമ്മൾ പാട്ട് ചെയ്യണത് ഷൗട്ട് ഔട്ട് അനസ്. സാജാണ് മ്യൂസിക്കൊക്കെ, എന്താ പറയുക, മിക്സിങ് സാജാണ്, മ്യൂസിക് പിന്നെ ഞാൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ലിറിക്സ് അങ്ങനെ ഓർമ്മല്ലേ. ഇത് ലിറിക്സ് ഒന്നും ഇപ്പോൾ മൈൻഡിൽ നിൽക്കണില്ല. ബിസി ആയിട്ടാടാ. അപ്പോൾ ഈ ട്രാക്കിൻ്റെ പേര് തീർച്ച എന്നാണ്. ഞാനിപ്പോ തീരും തീർച്ച, ഞാനിപ്പോ തീരും തീർച്ച. ഹൃദയം ഓടിത്തുടിക്കും, ശ്വാസം കൊതിച്ചു തീരും, കണ്ണുകൾ കാഴ്ചകൾ തേടും, കാലുകൾ പാതകൾ തുടരും, കാലം തുടരും, നേരം തുടരും, ഓട്ടം തുടരും, ആക്രാന്തം തുടരും, ഓട്ടം തുടരും, നേട്ടം കോട്ടം തുടരും. കാലം ഏതെന്നാലും സ്നേഹം എവിടെന്നാലും കൂട്ടുകിട്ട കൂട്ടത്തിൽ ലേഖനായി ഇതുവരെയില്ല മൂകനായി നിമിഷം തേടിക്കരയും.
ചോദ്യം ഇനി എന്തെന്നറിവിൽ എല്ലാം തീർന്നല്ലോ. സത്യമോ അതോ നുണയോ എന്തെന്നാലും എന്തിന് നീങ്ക നല്ലവരാ അതോ കെട്ടവരാ ഞാൻ പോയാലും എന്ത് മയിരാട്. ഞാനിപ്പോ തീരും തീർച്ച എൻ ഹൃദയം ഓടിത്തുടിക്കും. ശ്വാസം ഞാൻ കൊതിച്ചു തീർക്കും. കണ്ണുകൾ കാഴ്ച തേടും തീർച്ച. ഇനിയെല്ലാം തീർച്ച. ലിറിക്സൊക്കെ ചില ഭാഗത്ത് പോയിട്ടുണ്ട്. എടാ എന്ത് രസമുണ്ട്. മറ്റേ സെറ്റാക്കിയിട്ടില്ല, മൊത്തം സെറ്റാക്കിയിട്ടില്ല ട്രാക്ക്. എപ്പോഴും അന്ന് കണ്ടപ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഒന്നുകൂടെ ഓണാക്കുന്നുണ്ട്. അപ്പോൾ സെറ്റാക്കണം. അപ്പോൾ അടുത്തേക്ക് പറഞ്ഞു പിന്നെ കമോൺ. എന്നാ ജോൺ ലെന്നൻ്റെ ഇമാജിൻ പാടാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ട്രാക്കാണ്. ഞാൻ എപ്പോഴും പാടുള്ളൊരു പാട്ടാണ്. പാട്. വെള്ളം കുടിക്കട്ടെ. Imagine there is no heaven. It's easy if you try. No hell below us, and no religions too. Imagine all the people living for today. Imagine there is no countries. It isn't hard to do. Nothing to kill or die for, and no religions too. Imagine all the people living life in peace. You may say I'm a dreamer, but I'm not the only one. I hope someday you will join us, and the world will live as one. Imagine there's no possessions. I wonder if you can
A brotherhood of man. Imagine all the people sharing all the world. You may say I'm a dreamer, but I'm not the only one. I hope someday you will join us, and the world will live as one. ഇമോഷൻ ഇട്ടിട്ട് തന്നെയാണോ ആ പാട്ട് പാടുള്ളത് ശരിക്കും? ഇപ്പം ലവ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയല്ലേ നല്ല ഒരു ശ്രീദിവ്യ. ഒരു സോങ് ഡെഡിക്കേറ്റ് വൈ ദ ഹെൽ നോട്ട്. ദിവ്യക്ക് ഒരു സ്പെഷ്യൽ സോങ് വൈ ദ ഹെൽ നോട്ട് അല്ലേ? ദിവ്യ നമ്മളെ പോഡ്കാസ്റ്റ് വരുന്നുണ്ട് നിൽസ, പരിചയപ്പെടാ. ഇപ്പൊ ഏതാപ്പോ ഐ എം യുവേഴ്സ് പാടല്ലേ? ജേസൺ എംറാസ് ഡെഡിക്കേഷൻ കൊടുക്കുക. ഫുള്ള് മറ്റേ സോങ്ങിന്റെ ഒരു ഇരുത്തിരിക്കണം. അതെ അതെ, സോങ് മാത്രമായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടിരിക്കാം. ലേറ്റ് ആക്കണ്ട, അത് നൈസാവും അല്ലേ? അല്ലെങ്കിൽ ഇത് മതി, അതറിയാം. ക്യാൻ ഹെൽപ്പ് ഫോളിങ് ഇൻ ലവ് വിത്ത് യു. പിന്നെ അല്ല ഇത് എൽവിസ് പ്രസ്ലിന്റെ സോങ് ആണ്. കിട്ടുന്നില്ലേ അല്ല Dedicated to Sridivya. Okay. Wise men say wise men say only fools rush in, for I can help falling in love with you. Shall I stay? For I can help if I can stop falling in love with you. Like a river flows surely to the sea, darling, so it goes, sometimes meant to be. Take my hand,
my whole life too. For I can't help falling in love with you. ഒരു വന്നിട്ട് പാട്ട് ഇട്ടിരിക്കുക. Oh, ഒരു വൈദഹലിനോട്ട് പറഞ്ഞേ. why the hell not? Why the hell not? Why the hell not? Why the hell not? Yeah, Why the that's hell a rap. It's a Okay, പാട്ട് വെച്ചിട്ട് ഇരിക്കുക. നല്ല രസം.